ഗണപതയേ നമഃ. ഓം ശക്തി പരാശക്തി. ഓം നമഃ ശിവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഹര ഹര മഹാദേവ. ശംഭോ മഹാദേവ. ഇന്ന് നമുക്ക് വായിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവപുരാണത്തിലെ ഭാഗം 60 ശിവയോഗി മഹാത്മ്യത്തെ കുറിച്ചാണ് നമുക്കിന്ന് വായിക്കാനുള്ളത്. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മുടെ ഈ ഭൂമിയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ദേവി എന്ന് പറയുന്നത് ഭൂമി ദേവിയാണ്. അതുപോലെ ഈ ഭൂമിയുടെ സംരക്ഷക എന്ന് പറയുന്നത് ഭദ്രാദേവിയാണ്. അപ്പോൾ ഭദ്രാദേവിന്ന് നമുക്ക് മനസ്സിൽ വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു എന്താ പറയുക, ഒരു ഭീകര രൂപം അങ്ങനെയൊക്കെ ആയിരിക്കും അമ്മയെ കുറിച്ച് നമുക്ക് ചിന്തിക്കുന്നത്. പക്ഷെ അത് ദുഷ്ടർക്ക് മാത്രമാണ് അങ്ങനെയുള്ളൊരു രൂപം. പക്ഷെ ഭക്തരായിട്ടുള്ള, അത്രയും സ്നേഹസമ്പന്നരായിട്ടുള്ള, നല്ല ഹൃദയമുള്ളവർക്ക് എപ്പോഴും അമ്മയുടെ ആ സ്വരൂപത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ആ സൗമ്യമായിട്ടുള്ള ആ സ്വരൂപത്തിലായിരിക്കും ദേവി ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ ഭൂമിയിൽ എന്ത് കാര്യം നടക്കണമെങ്കിലും ഭൂമിയുടെ കുറിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഭൂമിയിൽ നമുക്ക് നന്മ ഉണ്ടാവണമെങ്കിലൊക്കെ നമുക്ക് ആ ഭദ്രാദേവിനെയാണ് നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മിക്കവരുടെയും കുടുംബദേവത എന്ന് പറയുന്നത് ഭദ്രദേവിയാണ്. ഇപ്പൊ എൻ്റെ അമ്മയുടെ കുടുംബദേവത എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. എന്നാൽ എൻ്റെ അച്ഛൻ്റെ കുടുംബദേവത എന്ന് പറയുന്നത് ഭദ്രദേവിയാണ്. അപ്പം ശിവപുത്രിയാണ് ഭദ്രദേവി എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. എല്ലാത്തെയും ഭദ്രമാക്കുന്നവളാണ് ഭദ്രദേവി എന്ന് പറയുന്നത്. അപ്പൊ കാലം നമ്മുടെ എന്തൊക്കെയാ പറയാം, നമ്മുടെ തേജസ്, നമ്മുടെ ഐശ്വര്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങള്, ഇതിനെല്ലാം ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്രാദേവി എന്ന് പറയുന്നത്, ഭദ്രകാളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ നാമങ്ങൾ പറയുമ്പോഴും അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദേവി എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാളെടുത്തത്, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരായിട്ടുള്ള രക്തബീജൻ, പിന്നെ അങ്ങനെയുള്ള ക്രൂരന്മാരായിട്ടുള്ള ഒരുപാട് അസുരന്മാരുണ്ട്. അപ്പൊ ഇവരെയൊക്കെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ദേവി ആ ഒരു രൂപം കൈക്കൊണ്ടത്. അപ്പൊ ശ്രീകൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ദേവിയും വന്നിട്ടുള്ളത്. അപ്പൊ ദേവിയും ശ്രീകൃഷ്ണന്റെ വേറെ ഒരു അവതാരമാണ്. അപ്പം ഈ പരമാത്മാവ് തന്നെയാണ് ആ ദേവി എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തന്നെ ഒരു അതായത് തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ഒരു ദേവി, ആ ഒരു ധാർമ്മിക ഭാവത്തിൽ വരുന്ന രൂപമാണ് ഭദ്രാദേവി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭദ്രദേവിക്ക് നമ്മുടെ എന്താ പറയാ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇതുള്ളത്, പവർ ഉള്ളത്, അല്ലെങ്കിൽ അത്രയും ആരാധനകൾ നടത്തുന്നത് ഭദ്രദേവിക്കാണ്. ദേവിയുടെ ആ ഒരു സങ്കല്പമാണ് എല്ലാവരും. കാരണം നമ്മുടെ കുടുംബദേവി എന്ന് പറയുന്ന ദേവിയാണ് നമ്മുടെ എല്ലാം സംരക്ഷിക്കുന്ന. നമ്മൾ എന്തൊക്കെയുണ്ടോ, നമ്മുടെ എന്തൊക്കെ ഐശ്വര്യം ഉണ്ടോ, നമ്മുടെ യശസ്സുണ്ടോ, നമ്മുടെ ഈ ഭൂമിയിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം നമുക്ക് തരുന്നതും അതുപോലെ ഇതിനെയെല്ലാം നമുക്ക് സംരക്ഷിക്കുന്നത് ആ ദേവിയാണ്. മനസ്സിലായി? അപ്പൊ ദേവിക്ക്, അമ്മയ്ക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഈ അമ്മയിൽ നിന്ന് തന്നെയാണ് ഈ മക്കളെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ ഈ അമ്മയാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നതെന്ന് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ദേവി, പാർവതി ദേവിയുടെ തന്നെ ഇതാണ് ദേവി ഭദ്ര എന്ന് പറയുന്നത്. അപ്പം ഈ യോഗിനി രൂപത്തിലാണ്, പാർവതി ദേവിയുടെ യോഗിനി രൂപമാണ്. അങ്ങനെ വരുമ്പോഴേക്കും ദേവിക്ക് അത്രയും പവർ ഉണ്ടെന്ന് പറയുന്ന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേവി അത്രയും എന്താ പറയാ, ത്യാഗം, അതായത് തപസ്സൊക്കെ എടുക്കുന്നതില്, അതായത് നമ്മുടെ തപസ് ചെയ്യുന്നത്, ധ്യാനം, ത്യാഗം, ഇതെല്ലാം ആ ഒരു ഇതിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മള്
മറ്റുള്ള ഹനുമാൻ സ്വാമി അങ്ങനെയൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം ഇല്ല, കാരണം അല്ലാതുള്ള ഇതില്ല, ബ്രഹ്മചാരി രൂപത്തിലാണ്. അപ്പൊ ദേവിയുടെ പാർവതി ദേവിയുടെ പവർഫുൾനെസ് ആയിട്ടുള്ളതാണ് ബ്രഹ്മചാരിണി രൂപം എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രഹ്മചാരിണിയുടെ ആ ഒരു തപസ് ആ തപസ് ദേവിയും ചെയ്യുന്നുണ്ട്, ശ്രീഭദ്രദേവിയും ചെയ്യുന്നുണ്ട്. അപ്പം ആ തപോബലം ഏറ്റവും കൂടുതലായിട്ടുള്ള ദേവിയാണ് ഭദ്രദേവി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേവി നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് സാധിക്കാൻ കഴിയുന്നതുകൊണ്ട്, കാരണം ദേവി അത്രയ്ക്ക് പവർഫുൾ ആണ്, അമ്മയാണ്. ഇപ്പൊ നമ്മളൊരു അമ്മയോട് പോയി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് മക്കൾക്ക് കാര്യങ്ങൾ നടത്തി തരും അല്ലേ, അതുപോലെ ആ ഒരു അമ്മ ഭാവമാണ്. അപ്പം ഈ ഭൂമിയിൽ നമുക്കുള്ള എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിലും അല്ലെങ്കിൽ ഭൂമിയിലുള്ള എന്ത് സംരക്ഷിക്കണമെങ്കിലും അതെല്ലാം ദേവിയാണ്. സംരക്ഷണത്തിന് വേറെയും ഉണ്ട്, ഇപ്പൊ നരസിംഹമൂർത്തിയൊക്കെ ആ സംരക്ഷണത്തിൽ വരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ സംരക്ഷണത്തിൽ വരുന്നതാണ് ഭദ്രദേവി എന്ന് പറയുന്നത്. അപ്പം ആ കുടുംബദേവിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അമ്മയുടെ കുടുംബത്തിൽ പോയിരുന്നു, അപ്പൊ ഇനി തീർച്ചയായിട്ടും അച്ഛന്റെ കുടുംബത്തിലും എനിക്ക് പോണം. കാരണം അമ്മയാണ് നമ്മുടെ അച്ഛന്റെ കുടുംബത്തിൽ എന്ന് പറഞ്ഞാൽ ഭദ്രദേവിയാണ് നമ്മുടെയൊക്കെ അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അപ്പൊ അമ്മയിൽ നിന്ന് തന്നെയാണ് മക്കളെല്ലാം വന്നിട്ടുള്ളത്. അപ്പൊ അമ്മയുടെ ആ പവർഫുൾനെസ്, അമ്മയുടെ ആ ത്യാഗ മനോഭാവം, അല്ലെങ്കിൽ അമ്മയ്ക്ക് മക്കളോടുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഉന്നതി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത്രയും നമുക്ക് ഏതൊരു അമ്മയായാലും മക്കളെ നേർവഴിക്ക് നയിക്കാൻ മാത്രമേ തീരുമാനിക്കുക അല്ലേ, മുന്നിട്ട് വരികയുള്ളൂ. അതാണ് അമ്മ എന്ന് പറയുന്നത്. അപ്പൊ അമ്മയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനായാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് യശോദാമ്മയാണ്. അമ്മയോ പെങ്ങളെയോ സ്ത്രീജനങ്ങളെയോ മാറ്റി നിർത്തിയിട്ട് ശ്രീകൃഷ്ണന് ഒരു ജീവിതം ഇല്ല അല്ലേ. അപ്പൊ ചിലരൊക്കെ പറയും ചിലരും ഇപ്പം ശ്രീകൃഷ്ണ ഭക്തരായിട്ടുള്ളവർ അവർ ദേവീ ക്ഷേത്രത്തിൽ പോകത്തില്ല. എന്ത് ദേവീ ക്ഷേത്രത്തിൽ പോകത്തില്ല? ഭഗവാന്റെ സഹോദരി സുഭദ്ര ഒരു സ്ത്രീയല്ലേ, അമ്മ യശോദാമ്മ സ്ത്രീയല്ലേ, പിന്നെ എന്തുകൊണ്ട് ദേവീ ക്ഷേത്രങ്ങളിൽ പോകരുതെന്ന് അവർ പറയുന്നു? അപ്പൊ അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കാണാം. അതുകൊണ്ടാണ് അവര് ചിലർ പറയും ശ്രീകൃഷ്ണ ഭക്തിയിലോട്ട് വന്നാൽ പിന്നെ ശ്രീകൃഷ്ണ ഭക്തിയിൽ മാത്രമേ നിൽക്കാവുള്ളൂ, ദേവീ ക്ഷേത്രത്തിൽ പോലും കുടുംബക്ഷേത്രത്തിൽ പോലും, ഇങ്ങനെയൊക്കെ പറയും. ഇത് അവര് ഒരു കേവലമായിട്ടുള്ള ഒരു ഇതാണ്, അത് അവർക്കതിൽ എന്തെങ്കിലും ഒരു ഇത് കാണും, അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത്. ചിലപ്പോ അത് നമ്മൾ ആ ഒരു സേവക രൂപത്തിൽ മാത്രം നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പറയുന്നത്, അതൊന്നും അറിയില്ല. പക്ഷെ അതിൽ എന്തൊക്കെയോ ഇതുണ്ട്. കാരണം വെച്ചാൽ ഭഗവാന് പോലും തന്റെ അമ്മയും സഹോദരങ്ങളും ഭഗവാന്റെ സ്ത്രീജനങ്ങളായിട്ടുള്ളവരാണ് ഗോപികമാരെല്ലാവരും എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ അത്രയും സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഭഗവാനും കൂടിയാണ് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അമ്മയ്ക്ക് അത്രയും അമ്മയ്ക്ക് മറ്റെന്തിനെക്കാളിലും, ഭാര്യയെക്കാളിലും എന്തിനെക്കാളിലും ഒരു പ്രാധാന്യം നമുക്ക് അമ്മയ്ക്ക് ഉണ്ട് അല്ലേ. എന്നാലും ഭാര്യയ്ക്കും അതുപോലെ തന്നെ പ്രാധാന്യം. അപ്പൊ സ്ത്രീജനങ്ങൾക്ക് അതുപോലെ പ്രാധാന്യമുണ്ട്. പക്ഷെ ചില സ്ത്രീകളാണ് അനുസരിക്കാതെയും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തർക്കുത്തരം പറയും, അങ്ങനെ ഒരു ക്യാരക്ടറുള്ള സ്ത്രീകളും ഉണ്ട് ഇതിലിടയിൽ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തന്നെ പല അനുഭവങ്ങളുണ്ടായിരുന്നു. ഞാൻ തന്നെ ചില ജോലി സ്ഥലങ്ങളിൽ പോയി നിന്ന സമയത്ത് എനിക്ക് അവർക്ക് അവരുടെ സ്വാർത്ഥത കൊണ്ടിട്ട് ഓരോന്ന് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ത്രീകളും നല്ലവരാണെന്ന് ഞാൻ ഒരിക്കലും പറയുകയില്ല. ഈ കാലഘട്ടത്തിൽ ഒരുപാട് മനസ്സിൽ കുനിഷ്ഠകളുള്ളയും മനസ്സിൽ അസൂയയും കുശുമ്പും ഉള്ളയും മറ്റുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ദ്രോഹിക്കുന്ന അങ്ങനെയുള്ള മനോഭാവമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് പുരുഷന്മാരെ കഷ്ടപ്പെടുത്തുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും പുരുഷന്മാരും അങ്ങനെയുള്ള നല്ലവരും ഉണ്ട്, കൊള്ളാത്തവരും ഉണ്ട്. അപ്പൊ എല്ലാ ഇതിലും ഉണ്ട് നല്ലവരും, നല്ല മനസ്സുള്ളവരും കൊള്ളാത്ത മനസ്സുള്ളവരും അല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം ഈ ഭദ്രാദേവി നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളെ ഭദ്രമാക്കുന്ന ദേവിയാണ് ഭദ്ര എന്ന് പറയുന്നത്. അപ്പം ആ ഭദ്രത നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭദ്രാദേവിയെയും പ്രാർത്ഥിക്കേണ്ടതാണ്. ഏറ്റവും വലിയ തപസ്വിനി, അതായത് ഏറ്റവും വലിയ ബ്രഹ്മചാരം അനുഷ്ഠിക്കുന്ന ഒരു ദേവി കൂടിയാണ് ശ്രീഭദ്രാദേവി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേവിക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഗന്ധർവ സേവിതയാണ്, അങ്ങനെ പറയും നമ്മൾ. ഇത് വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ തന്നെ ഒരു ഇതാണ്,
ലളിതാ സഹസ്രനാമം ഉണ്ട്. ലളിതാ സഹസ്രനാമമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണത്. അപ്പൊ ദേവിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഭൂമിയിലേക്ക് വിടുമ്പോൾ ഭൂമിയിലെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാം, അല്ലെങ്കിൽ ഭൂമിയിലെ എന്തൊക്കെയാണ് നടക്കേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന, നമ്മുടെ എന്തൊക്കെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, ഇതെല്ലാം സംരക്ഷിക്കുന്ന ദേവിയാണ് ആ ഭദ്രദേവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ലളിതാ പരമേശ്വരി, ആ ശ്രീഭദ്രാ ദേവി എന്ന് പറയുന്നത്. അപ്പൊ ദേവിയുടെ തന്നെ ഒരുപാട് ഇതുണ്ട്. ദുർഗാദേവി ഉണ്ട്, ഭദ്രദേവി ഉണ്ട്. അപ്പം ദേവി എന്തുകൊണ്ടാണ് ഈ വാളെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദുഷ്ടന്മാരിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമുക്കുള്ളതെല്ലാം നമുക്ക് ഭദ്രമാക്കാൻ വേണ്ടിയിട്ടാണ് ദേവി അങ്ങനെ ഒരു വാളെടുക്കുന്നത്, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പക്ഷെ ചിലരുണ്ട് ദേവി ഭക്തർ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമായിരിക്കും അവർക്ക്. പക്ഷെ അവരെന്തിനാണ് ദേഷ്യം കാണിക്കുന്നത്? ദേഷ്യം കാണിക്കേണ്ട സമയത്ത് കാണിക്കേണ്ട ഇടത്ത് നമുക്ക് ദേഷ്യം കാണിക്കാം, അതിൽ തെറ്റില്ല. നമുക്ക് തെറ്റായിട്ട് എന്തെങ്കിലും നമ്മുടെ മുന്നിൽ സംഭവിച്ചു, അല്ലെങ്കിൽ നമുക്ക് എതിരായിട്ട് ആരെങ്കിലും വരുന്നു, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യപ്പെടാം. അല്ലാതെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരോട് അവർക്ക് എന്തെങ്കിലും വിഷമങ്ങൾ, അവർക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ദേഷ്യം മൊത്തം ഭാര്യമാരോട് ഇതൊക്കെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പം അത് നമുക്ക് എവിടെയാണോ ദേഷ്യപ്പെടേണ്ട സമയവും സന്ദർഭവും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെടേണ്ട ആരുടെത്താണോ ആ സമയത്ത് നമുക്ക് ദേഷ്യപ്പെടാം. അല്ലാതെ ഇപ്പോഴും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ വീട്ടുകാരോടും ആ ഒരു രീതിയിൽ ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ അത് മനസ്സിലാക്കുക. ദേവിയെ പോലെ ദേവി മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മൾ പോലെ ഇപ്പം ഒരു സ്ത്രീകളും ഈ ഭൂമിയിലുള്ള ഒരു സ്ത്രീകളും പെർഫെക്റ്റ് അല്ല. പക്ഷെ ദേവി അത്രയും പെർഫെക്റ്റ് ആണ്. ദേവിയുടേതായ ഒരു ഇതുണ്ട്. അപ്പം ദേവിയെ പോലെ, ഭദ്രകാളി ദേവിയെ പോലെ ആവാൻ ദേവിക്ക് മാത്രമേ കഴിയുള്ളൂ. അതുപോലെ ആവാൻ ആർക്കും കഴിയില്ല എന്നുള്ളു. അങ്ങനെ ആരും അത്രയും പരിശുദ്ധരായിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും പ്യുവറായിട്ടുള്ള, അത്രയും ഇതുള്ള ഒരു സ്ത്രീകളും ഈ ഭൂമിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് സ്വാഭാവികമായിട്ടും പല തെറ്റുകൾ സംഭവിച്ചു പോവാം, അല്ലെ? അത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, അത്രയും നമ്മൾ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് യുദ്ധം വരെ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ദേവിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അമ്മയോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് സാധിച്ചു തരുന്ന അമ്മയാണ്, ശിവപുത്രിയാണ് ഭദ്രാദേവി എന്ന് പറയുന്നത്, ഭദ്രകാളി എന്ന് പറയുന്നത്. അപ്പൊ ഭദ്രകാളി ദേവിക്ക് തന്നെ ഒരുപാട് രൂപങ്ങളുണ്ട്, ബാലഭദ്ര, അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളുണ്ട്. ഈ ഭദ്രകാളിയുടെ തന്നെ വേറൊരു വേർഷനാണ് അസുരകാളി എന്ന് പറയുന്നത്. അത് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് എന്ന് പറയുന്ന ഭദ്രാദേവിയാണ്. മനസ്സിലായി? അപ്പൊ ഭദ്രകാളി എന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ എല്ലാം ക്ഷേത്രങ്ങളിലും, നമ്മുടെ ഈ പറയുന്ന കേരളത്തിൽ തന്നെ കുടുംബക്ഷേത്രങ്ങളിലും എല്ലാം ഇരിക്കുന്ന ദേവി ഈ ഭദ്രദേവിയാണ്. അപ്പൊ ഈ ഭദ്രദേവിയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കുള്ളതെല്ലാം നമുക്ക് നമ്മളെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ടും, നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടും, നമ്മളെ അവസാനം അല്ലെങ്കിൽ മുക്തിയാണെന്നുണ്ടെങ്കിൽ ആ മുക്തിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ആ ദേവിയോട് തന്നെ നമുക്ക്, ഭദ്രദേവിയോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പോൾ ഇന്ന് ശിവപുത്രിയായിട്ടുള്ള ഭദ്രദേവിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഭദ്രദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രയും പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് ദേവി ആരാധകർ ഒരുപാട് കേരളത്തിലുള്ളത്. അതുപോലെ തന്നെ ദേവിയാണ് എല്ലാവരുടെയും കുടുംബ അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്നുള്ള ഒരു ആ ഭാവത്തിലാണ് ആ ദേവിയെ കാണുന്നത് നമ്മളെല്ലാവരും. ഭദ്രദേവി അമ്മ എന്നുള്ള ഒരു ഭാവത്തിലേ കാണാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ദേവിക്ക്. അപ്പൊ ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അതും കൂടെ ചേരുമ്പോഴേ അത് പൂർണ്ണമാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് ദേവിയുടെ മന്ത്രം തന്നെയായിട്ടുള്ള കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ജ കുലധർമ്മം ജ മാം ജ പാലയ പാലയ, ഈ നാമം എപ്പോഴും നമുക്ക് പറയുന്നത് ഉത്തമമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആ ദേവിയെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ നമുക്ക് എല്ലാവരെയും പ്രാർത്ഥിക്കാം. നമുക്ക് ശിവഭഗവാനെ പ്രാർത്ഥിക്കാം, വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കാം, മുരുകനെ, ഗണപതിയെ, അതുപോലെ ശിവഭഗവാനെ എല്ലാവരെയും പ്രാർത്ഥിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ദേവിയെയും പ്രാർത്ഥിക്കാം. ഭദ്ര, ദുർഗ, ഈ ദേവിമാരോടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സംരക്ഷണം തരിക, നമുക്ക് ഏതാണോ ആപ്റ്റായിട്ടുള്ള, നമുക്ക് ആ ഒരു സമാധാനം നമ്മുടെ കുടുംബത്തിലുണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താവശ്യമാണോ ഉള്ളത് അതെല്ലാം നമുക്ക് ദേവിയോട് പ്രാർത്ഥിക്കാവുന്നതാണ്.
അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആ ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കാൻ, നമുക്കുള്ളതെല്ലാം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഭദ്രമാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് നന്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നമ്മളെ അവസാനം മുക്തിയിലേക്കാണ്, എവിടേക്കാണ് നമുക്ക് ലോകത്തേക്ക് പോവേണ്ട അവിടേക്ക് നയിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അവസരത്തിൽ ദേവിയോട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ഓം സർവമംഗളമാംഗല്യേ ശിവേ സർവാർദ്രസാധികേ ശരണ്യേ ത്രയംബികേ ഗൗരീ നാരായണീ നമോസ്തുതേ. പിന്നെ ചിലര് പറയാറുണ്ട്, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലര് പറയാറുണ്ട്, അവർക്കുള്ളതെല്ലാം ഇങ്ങ് നമുക്ക് പോരട്ടെ, അവർക്കുള്ളതെല്ലാം ഇങ്ങ് നമുക്ക് പോരട്ടെ എന്ന് ചിലര് പറയാറുണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഉള്ളിലുള്ള ശക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ആൾക്കാര് പലതരത്തിലുള്ള ഇത് ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കാന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിച്ച് നമുക്കുള്ളതെല്ലാം നമുക്ക് തന്നെ സംരക്ഷണപ്പെടുത്തി ഭദ്രമാക്കി വെക്കാനാണ്. പക്ഷെ അങ്ങനെ ഒരാള് ഇങ്ങനെ പറയണം, അവർക്കുള്ളതെല്ലാം നമുക്കിഞ്ഞ് പോരട്ടെ, അവർക്കുള്ളതെല്ലാം നമുക്കിഞ്ഞ് പോരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അതൊന്നും കിട്ടാനൊന്നും പോണില്ല. അത് വേറൊരു കാര്യമാണ്. കാരണം അവരവർക്കുള്ളത് തന്നെയാണ് അവരവർക്ക് കിട്ടുന്നത്. മനസ്സിലായി. പിന്നെ അവരവരുടെ മനസ്സിന്റെ ശുദ്ധതയും അവരവരുടെ മനസ്സിന്റെ പരിശുദ്ധിയും അവരവരുടെ ഹൃദയത്തിന്റെ ആ ഹൃദയശുദ്ധിയും എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇത് നിശ്ചയിക്കുന്നത്. അതും കൂടി മനസ്സിലാക്കാം. നമ്മൾ ഒരുപാട് പുണ്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മനസ്സിലും കൂടി ആ പരിശുദ്ധതയും ആ ശുദ്ധതയും വേണം. മറ്റുള്ളവരോടുള്ള ആ മനോഭാവങ്ങൾ, തെറ്റായിട്ടുള്ള മനോഭാവങ്ങൾ പൂർണ്ണമായിട്ടുണ്ടാവാൻ പാടില്ല. അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പം ആ ക്ലിയർനെസ് വേണം. നമ്മൾ ധാർമ്മികപരമായിട്ട്, അതായത് നമുക്ക് ഒരു കാര്യം സത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അതിലേക്ക് പോവാന്നുള്ളത്. മനസ്സിലായോ? അല്ലാതെ നമ്മളെ ദ്രോഹിച്ച ഒരാളാണെങ്കിൽ നമുക്ക് അവരോട് സ്വാഭാവികമായിട്ട് ദേഷ്യം ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിന് അവർക്ക് ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. കാരണം അവർ നമ്മളോട് തെറ്റ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്, നമ്മുടെ മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നത്. കാരണം അത് മനുഷ്യ സഹജമാണ്, അതിൽ തെറ്റില്ല. പക്ഷേ ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്യാതെ ഒരു വ്യക്തിയെ നമ്മൾ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉള്ളത് നമ്മൾ പിടിച്ചു വാങ്ങാനൊക്കെ ശ്രമിക്കുന്നെന്ന് പറയുന്നത് അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളായിട്ട് ആരെയും ദ്രോഹിക്കാൻ പോവാതിരിക്കുക, നമ്മളായിട്ട് എന്താ പറയാ അങ്ങോട്ട് പോയി നമ്മളായിട്ട് അവരെ ദ്രോഹിക്കാതിരിക്കുക. നമുക്ക് അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനുള്ള ബലം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദേവിയോട് അല്ലെങ്കിൽ ഭഗവാനോട് പറയാം. ഇങ്ങനെ ഒരു പരാതിയായിട്ട് നമുക്ക് പറയാം, അവർ നമ്മളോട് ഇങ്ങനെ ചെയ്തു, ഇന്ന ക്രൂരതകൾ ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ നമ്മളായിട്ട് ഫസ്റ്റില് ആദ്യമേ അവരെ പോലെ നമ്മൾ ആവാതിരിക്കുക. മനസ്സിലായോ? അവരെ പോലുള്ള ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കുക. മനസ്സിലായോ? അപ്പം എത്രയൊക്കെ ആയാലും ഒരു ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് പാണ്ഡവരോട് അങ്ങനെ ഒരു അധാർമിക രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ചതിപ്രയോഗങ്ങൾ ചെയ്ത് അങ്ങനെ യുദ്ധം ജയിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാല് പാണ്ഡവർ അത്രയും ശുദ്ധഗതിക്കാരായിരുന്നു. അവരുടെ മനസ്സ് അത്രയും പരിശുദ്ധമായിരുന്നു. അവർക്ക് ഭഗവാനിൽ അത്രയും അധികമായിട്ടുള്ള ഭക്തി ഉണ്ടായിരുന്നു. അവർക്ക് മറ്റുള്ളവരോട് ദ്രോഹം ചെയ്യണമെന്നുള്ളൊരു മനസ്ഥിതി ഇല്ലായിരുന്നു. പൂർണ്ണമായിട്ട് അവർക്ക് അങ്ങനെ ഒരു മനസ്ഥിതി ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായിരുന്നു. അതവർക്ക് അവർക്ക് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അവരോട് അങ്ങനെ ഒരു രീതിയിൽ, ഇങ്ങനെയുള്ളവരായതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞിട്ട് അവരിന്ന് ഇങ്ങനെ ആക്കിയത്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ദുഷ്ടരായിട്ടുള്ളവരോട് നമ്മളോട് ക്രൂരത ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇത് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ നമ്മൾ സാധുക്കളായിട്ടുള്ള അത്രയും നല്ല ഹൃദയമുള്ളവര്, സാധുക്കളായിട്ടുള്ള നല്ല മനുഷ്യരോട് അല്ലെങ്കിൽ നല്ലവരോട് ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളായിട്ട് ആർക്കും ഒരു രീതിയിലും ഉള്ള പ്രശ്നം, നമ്മളായിട്ട് ഒരു ഇതുണ്ടാവാതെ നമ്മളെ ദ്രോഹിച്ചവര് അത് നമ്മുടെ മനസ്സിലിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ദ്രൗപദി തന്നെ വസ്ത്രാക്ഷേപം ചെയ്തതുകൊണ്ടാണ് അവസാനം ഭഗവാൻ കൂടുതലായിട്ടും ആ ഒരു ദ്രൗപദിയുടെ മനസ്സിലായിട്ട് ആ ഒരു ദേഷ്യം ഉണ്ടാവുകയും അവസാനം ഇവരെ കൗരവ വംശത്തിലുള്ളവരെ ഭഗവാൻ അത്രയും ശിക്ഷിക്കുകയും ചെയ്തത്. അപ്പൊ അവരവിടെ ഒരു അത്രയും വലിയൊരു തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഭഗവാൻ പൂർണ്ണമായിട്ടും പാണ്ഡവരുടെ കൂടെ നിന്നത്. മനസ്സിലായോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
അത് നമ്മൾ ചിലര് കൗരവര് ഭയങ്കര ശരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലർ പറയും. പക്ഷേ എന്നാലും അവിടെ കൗരവർ ഒരു ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീയെ അപമാനിച്ചു, സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാക്കുന്നു പറയുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ്. അപ്പൊ അത് ചെയ്തതാണ് അവര്. അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത്. മനസ്സിലായി? അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെ ഇങ്ങോട്ട് ദ്രോഹിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവർ ഇനി നമ്മളെ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് അപേക്ഷിക്കുന്നത് തെറ്റില്ല. പക്ഷെ നമ്മളായിട്ട് ഒരാൾ ആരെയും പോയി അങ്ങോട്ട് പോയി നമ്മളായിട്ട് ഈ അവർ ചെയ്ത പോലെ നമ്മൾ ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ സ്ത്രീകൾക്ക് അത്രയും ബഹുമാനം, അതാണ് ശ്രീകൃഷ്ണനും പറയുന്നത്. സ്ത്രീകൾക്ക് അത്രയും ബഹുമാനം നല്ലവരായിട്ടുള്ള സ്ത്രീകൾക്ക് അത്രയും ബഹുമാനം കൊടുക്കുക എന്ന് പറയുന്ന കാര്യം അതാണ് ഭഗവാൻ. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ഒരുപാട് സ്ത്രീകൾ നല്ല സ്വഭാവം ഇല്ലാത്ത, പല രീതിയിൽ തെറ്റായ കാര്യങ്ങൾ ചെയ്ത് പല രീതിയിൽ അത്രയും അരം കഴിഞ്ഞ് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ, ആരും പറഞ്ഞ അനുസരിക്കത്തില്ല, തെറിച്ച സ്വഭാവമായിരിക്കും, ഭർത്താവ് പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കില്ല, ദേഷ്യമുള്ള സ്വഭാവമായിരിക്കും. ഈവൻ ഈ ഒരു ഓഫീസിൽ ആരെങ്കിലും പുതിയതായിട്ടൊരു ജോലിക്ക് വരുവാണെങ്കിൽ ആ കുട്ടീനെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കും. പല രീതിയിലുള്ള ചൊറി വർത്താനം അങ്ങനെയൊക്കെ പറഞ്ഞ് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ കുട്ടീനെ അവിടെ നിന്ന് ഓടിക്കാൻ നോക്കും. ഇങ്ങനെയൊക്കെയുള്ള ക്രൂവൽ മൈൻഡ് ആയിട്ടുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. നമ്മളെ പോലെ സാധാരണ ആയിട്ടുള്ള അത്രയും മനസ്സിൽ അത്രയും നന്മയുള്ള സ്ത്രീകളെ ദ്രോഹിക്കാതിരിക്കുക. അങ്ങനെയുള്ള സ്ത്രീകളെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കരുത്, അങ്ങനെയുള്ള സാധുക്കളായിട്ടുള്ളവരെ ദ്രോഹിക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതിന്റെ കാരണം. അപ്പം ഈ ദ്രൗപദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാധു സ്ത്രീ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് പുരാണങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധു സ്ത്രീകൾ, നല്ല സ്വഭാവമുള്ള നല്ല മനസ്സുള്ള സ്ത്രീകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഓരോരോ ദുർഗതികൾ ഉണ്ടായിട്ടുണ്ട്, പല കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ നല്ല മനസ്സുള്ള സ്ത്രീകളെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. അതുപോലെ നല്ല മനസ്സുള്ള ആരായാലും ശരി തന്നെ അവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. സാധുക്കളായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഭഗവത് ഭക്തരായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവതിയുടെ ആയാലും ഭക്തരായിട്ടുള്ള ആരെയായാലും നമ്മൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ മനസ്സിൽ ആ പരിശുദ്ധി ഉള്ളവരെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പാവങ്ങളെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാല് ഭാഗം 60 ശിവയോഗി മഹാത്മ്യം എന്നുള്ള ഭാഗമാണ് എനിക്ക് വായിക്കാനുള്ളത്. അപ്പൊ ഞാനത് വായിക്കാട്ടോ. വളരെ കാലങ്ങൾക്ക് മുൻപുള്ള ഒരു കഥയാണ്. ഉന്നതകുല ജാതനായി മന്ദൂരൻ എന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. സമ്പന്നനും കാരുണ്യവാനും സൽഗുണങ്ങളും വേണ്ടുവോളം അയാളിൽ പരിലസിച്ചിരുന്നു. പക്ഷെ അയാൾ വിഷയലോലുപനായിരുന്നു. സുന്ദരികളായ സ്ത്രീകളിൽ അയാൾ ഏറെ തൽപരനായിരുന്നു. അങ്കനമാരുടെ രൂപലാവണ്യ തഴപ്പിലും അവരുടെ കൊഞ്ചലിലും അയാൾ ആകൃഷ്ടനായി തീർന്നു. സുന്ദരികളായ തരുണീമണികളെ ആകർഷിച്ച് രഹസ്യ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാമകേളികളിൽ ഏർപ്പെട്ട് സുഖം അനുഭവിക്കുക എന്നത് അയാളുടെ ജീവിതചര്യയായിരുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയും അവരോടുള്ള പ്രണയം കൊണ്ടും അയാൾ ആവശ്യത്തിലധികം ധനം ചിലവഴിച്ചിരുന്നു. ഇത്തരം ദുർവാസനകളിൽ മനസ്സിൽ ലയിച്ചു ചേരാൻ തുടങ്ങിയതോടെ ഒരു ബ്രാഹ്മണൻ അനുഷ്ഠിക്കേണ്ടതായ നിത്യകർമ്മങ്ങൾ പോലും കൃത്യമായി നടത്തിയിരുന്നില്ല. വേശ്യാലയ സന്ദർശനം അയാളുടെ ഒരു സ്വഭാവമായി തീർന്നു. ആ നാട്ടിൽ മതാലസകളായ ധാരാളം ഗണികകൾ ഉണ്ടായിരുന്നു. എങ്കിലും അവരിൽ പിംഗല ആയിരുന്നു ധനികരുടെ ആവേശം. മന്ദൂരനും പിംഗലയോടായിരുന്നു ഏറെ പ്രിയം. ദിവസങ്ങളോളം അവളുടെ ഭവനത്തിൽ അയാൾ താമസിക്കുകയും അവിടെ അവളോടൊത്ത് സുഖം അനുഭവിച്ചും വിനോദങ്ങളിൽ ഏർപ്പെട്ടും കഴിഞ്ഞു വന്നു. അക്കാലത്ത് ഋഷഭൻ എന്ന പേരുള്ള ഒരു ശിവഭക്തൻ പിംഗലയുടെ ഭവനത്തിലേക്ക് വന്നു. ശ്രീ പരമേശ്വരനോടുള്ള ഭക്തി പ്രകർഷത്താൽ അയാൾ ഒരു യോഗിയായി മാറിയിരുന്നു. ഋഷഭ യോഗിയുടെ ആഗമനത്തോടെ മന്ദൂരനും വേശ്യയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് ഭക്ത്യാദര പുരസരം സൽക്കരിച്ചിരുത്തി. അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകി അവൾ ശിരസിൽ തൂകി. അനന്തരം രുചിയേറിയ ഭക്ഷണം നൽകി അദ്ദേഹത്തെ തൃപ്തനാക്കി. പിന്നീട് താമ്പൂലവും കിടക്കാൻ ശയ്യയും തലയിണയും നൽകി. സൽക്കാരങ്ങളിൽ സംതൃപ്തനായ യോഗി പിംഗലയുടെ മടിയിൽ തലയും ചായ്ച്ചു കിടന്നു. വളരെയധികം വിനയാദരങ്ങളോടെയാണ് പ്രസിദ്ധയായ ഗണിക ശിവയോഗിയെ പരിചരിച്ചത്. അവളുടെ ഹൃദ്യമായ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ യോഗി ഒരു രാത്രി അവിടെ കഴിഞ്ഞതിനു ശേഷം അതിരാവിലെ എഴുന്നേറ്റ് പോയി. കാമകേളികൾ അതീവ തൽപരനായ മന്ദൂരൻ ആ ഗണികാഗ്രഹത്തിൽ കുറച്ചുനാൾ താമസിച്ചു. കാലം സമാഗതമായപ്പോൾ അവരിരുവരും പരലോകം പ്രാപിക്കുകയും ചെയ്തു.
അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണന്റെ കഥയാണ്. ഇപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണ ചര്യകളൊക്കെ തെറ്റിച്ചിട്ട് സ്ത്രീകളോടായിരുന്നു വളരെയധികം താല്പര്യം. അങ്ങനെ ഈ സ്ത്രീകളായിട്ടുള്ള ഗണികകളൊക്കെ ആയിട്ടുള്ള സ്ത്രീകളുടെ ഭവനങ്ങളിൽ പോവുകയും അവിടെ തിങ്ങി പാർക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ എനിക്ക് ഇനി ഇതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതായത് ഈ ഭദ്രാദേവിനെ പ്രാർത്ഥിക്കുന്ന ഏത് സ്ത്രീകളായാലും ശരി തന്നെ അവരൊരിക്കലും അങ്ങനെ തെറ്റായിട്ടുള്ളൊരു ഇത് അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല. അതായത് അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർ സ്നേഹിക്കുകയുള്ളൂ. അവർക്ക് ഇഷ്ടമുള്ളവർ മാത്രമേ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ അവർ അനുവാദം കൊടുക്കുകയുള്ളൂ. അപ്പം ദേവിയുടെ ഒരു സംരക്ഷണം അവർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ ഈ ഗണികകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പണം മാത്രമാണ് ലക്ഷ്യം. അവർ പണം മാത്രം ലക്ഷ്യമാക്കി കണ്ടിട്ട് അവർ പണത്തിന് വേണ്ടിയിട്ട് ആരുടെ കൂടെയും പോകുന്ന ഒരു സ്വഭാവമാണ് ഈ ഗണികകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ അത്തരം ഉള്ള ഒരു സ്ത്രീകളാണ് ഈ ഗണികകൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളുടെ കൂടെയാണ് ഈ പറയുന്ന ബ്രാഹ്മണൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഗണികാഗൃഹത്തില് ഇതുപോലെ തന്നെ ഒരുപാട് പേര് ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയങ്ങളായിരുന്നു. ദശാർണ രാജാവിന്റെ പത്നി സുഭഗയുടെ ഉദരത്തിൽ അയാൾ പിറന്നു. സുന്ദരിയും സുശീലയും സൗഭാഗ്യവതിയുമായിരുന്നു സുഭഗ. അവളുടെ സുഖപ്രദമായ ജീവിതം മറ്റ് രാജപത്നികൾക്ക് സഹിച്ചില്ല. അസൂയാലുക്കളായ അവർ അവൾക്ക് വിഷം കൊടുത്തു. അപ്പോ ദശാർണ രാജാവിന്റെ പത്നിയായിരുന്നു സുഭഗ. സുഭഗയുടെ ഉദരത്തിലാണ് അയാൾ പിറക്കുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണൻ പിറക്കുന്നത് സുഭഗയുടെ ഉദരത്തിലാണ്. സുഭഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദരിയും സുശീലയും സൗഭാഗ്യവതിയുമായിരുന്നു. അവളുടെ സുഖപ്രദമായ ജീവിതം മറ്റ് രാജപത്നിമാർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മറ്റുള്ള രാജപത്നിമാർ എന്ത് ചെയ്യുകയാണ്? അസൂയാലുക്കളായിട്ടുള്ള അവര് ഈ സുഭഗയ്ക്ക് വിഷം കൊടുക്കുകയാണ്. അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ് അല്ലെ. ഇപ്പം ഒരു പെൺകുട്ടി ഇപ്പം ഒരു ഭർത്തൃഗൃഹത്തിലേക്ക് പുതിയതായിട്ടൊരു പെൺകുട്ടി വിവാഹം കഴിച്ച് ചെല്ലുകയാണ്. അപ്പൊ വിവാഹം കഴിച്ച് ചെല്ലുമ്പോഴേക്ക് ചിലപ്പോ അമ്മായി അമ്മയ്ക്ക് ആ കുട്ടിയോട് ഒരു ഇത് കാണും. തന്റെ മകന്റെ സ്നേഹം മുഴുവൻ ഇവളെ തട്ടിയെടുക്കും എന്നുള്ള രീതിയിൽ അമ്മായി അമ്മ അവളെ ദ്രോഹിക്കാൻ തുടങ്ങും. അതുപോലെ പെങ്ങന്മാരുണ്ടെങ്കിൽ ഈ പെങ്ങന്മാർക്കും അതുപോലെയുള്ള ഇത് കാണും. ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നു കഴിയുമ്പോഴത്തേക്ക് തന്റെ ആങ്ങളയുടെ എല്ലാ ഇതും ഇവൾക്ക് തന്നെ കിട്ടുമോ, ഞങ്ങളുടെ ആങ്ങള ഞങ്ങളുടെ നിന്ന് വിട്ടുപോകുമോ എന്നുള്ളൊരിത് വരുമ്പോൾ ഇവർക്കും അങ്ങനെ ഒരു മനസ്സിൽ ആ ഒരു അത് ചില സ്ത്രീകളുടെ തോട്ടാണത്. ചില സ്ത്രീകളുടെ ഒരു എന്താ പറയാ അവരുടെ ഒരു സ്വാർത്ഥപരമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ദുഷിച്ച മനസ്സാണ് അതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു പാവം പെൺകുട്ടിയാണ് വരുന്നതെങ്കിൽ ആ കുട്ടിയെ വളരെയധികം അവര് ദ്രോഹിക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ നമ്മളെ പോലെ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയും. നമ്മൾ ഇതുപോലെ ഒരു ഗൃഹത്തിൽ ജീവിക്കാൻ പോയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നമ്മളെ പോലെയാണെന്നുള്ളത് അവർ ചിന്തിക്കുകയില്ല. അപ്പൊ ആ കുട്ടിക്ക് എന്തെങ്കിലും കുറ്റോ കുറവുണ്ടെങ്കിൽ ആ കുറ്റവും കുറവുകളെല്ലാം കണ്ടെത്തി ചിലപ്പോൾ പാചകം അത്ര അറിയില്ലായിരിക്കും, അത് പറഞ്ഞു കൊടുക്കാതെ ആ കുട്ടിയെ അതിൻ്റെ രീതിയിൽ വളരെയധികം ബുദ്ധിമുട്ടിച്ച് അങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന സ്ത്രീകള് ദ്രോഹിക്കാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോഴും അവിടെയും പുതിയതായിട്ട് ഒരു പെൺകുട്ടി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഈ പെൺകുട്ടിയോട് ഒരു ഇത് കാണും. അങ്ങനെ റാഗിങ് ചെയ്യും, ഓരോന്ന് പറയും, ഓരോന്ന് കുത്തി പറയും, പല രീതിയിൽ പറഞ്ഞ് ആ കുട്ടി അവിടുന്ന് ആ ജോലി നിർത്തി കളയിച്ചിട്ട് പോവാനുള്ള ഇത് ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീയുടെ ശത്രു എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെയാണ്. ചിലർക്ക് അസൂയയും കാണും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്നത് ഈ സുഭഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിസുന്ദരിയായിരുന്നു. അതുപോലെ തന്നെ ഈ സുഭഗയെ ഭർത്താവ് വളരെയധികം സ്നേഹിച്ചിരുന്നു. സുഭഗ ആ കൊട്ടാരത്തിൽ തന്നെ അത്രയും വലിയ കാര്യങ്ങളെല്ലാം അനുഭവിച്ച് നല്ല സുഖലോലുപയായിട്ട് കഴിഞ്ഞിരുന്ന ഒരു സ്ത്രീയായിരുന്നു സുഭഗ. അപ്പൊ ഇത് കാണുമ്പോൾ മറ്റുള്ള പത്നിമാർക്ക്, അദ്ദേഹത്തിന് തന്നെ വേറെ പത്നിമാരുണ്ടായിരുന്നു, അവർക്ക് ഈ സുഭഗയോട് അസൂയ തോന്നി. അങ്ങനെ ഈ അസൂയാലുക്കളായിട്ടുള്ള ഈ പത്നിമാര് ഈ സുഭഗയ്ക്ക് വിഷം കൊടുത്തുകൊണ്ട് ഈ സുഭഗയെ വധിക്കുകയാണ്. പക്ഷേ ഭാഗ്യവശാൽ അവൾ ചരമഗതി പ്രാപിച്ചില്ല. അങ്ങനെ വിഷം കൊടുത്തെങ്കിലും ഭാഗ്യവശാൽ അവൾക്ക് ഒന്നും സംഭവിച്ചില്ല. പലവിധ കഷ്ടതകളും അനുഭവിച്ച ശേഷം അവൾ വളരെ പ്രയാസപ്പെട്ട ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതിനുശേഷം വളരെയധികം കഷ്ടതകളൊക്കെ അനുഭവിച്ചു എങ്കിലും സുഭഗ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. എന്നാൽ ഗർഭകാലത്ത് വിഷം ഉള്ളിൽ ചെന്നതിനാൽ അതിന്റെ ശക്തി മൂലം കുട്ടി വളരെ പൊക്കം കുറഞ്ഞവനായി തീർന്നു. പക്ഷെ ഈ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ ആ കുഞ്ഞെന്താണ് വളരെയധികം പൊക്കം കുറഞ്ഞ ഒരു കുഞ്ഞായിട്ടാണ് ജനിച്ചത്.
മാത്രമല്ല സുഫകയുടെയും കുഞ്ഞിന്റെയും ശരീരത്തിൽ ചെറിയ ചെറിയ വ്രണങ്ങൾ കാണപ്പെട്ടു. കുട്ടിക്കാണെങ്കിൽ ബാലചാബല്യങ്ങളായ കളിയും ചിരിയും ഒന്നുമില്ലാതായി. വൈദ്യശാസ്ത്ര വിശാരദന്മാരായ ധാരാളം പേരെ വരുത്തി വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും രോഗം ഒന്നിനൊന്ന് വർദ്ധിച്ചതല്ലാതെ യാതൊരുവിധ കുറവും ഉണ്ടായില്ല. വളരെയധികം കഷ്ടപ്പാടുകൾക്ക് വിധേയയായ സുന്ദരിയായ ആ രാജ്ഞി ഒടുവിൽ ആഹാരവും കുളിയും നിദ്രയും ഒക്കെ ഉപേക്ഷിച്ച് ദുഃഖിതയായി കഴിഞ്ഞു. തന്റെ ധർമ്മപത്നിയുടെ ദുരിതത്തിൽ ഖിന്നനായി തീർന്ന രാജാവ് ചിന്താധീനനായി. തന്റെ ഭാര്യയും കുട്ടിയും ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത് കഷ്ടം തന്നെ. എന്ത് പാപം ചെയ്തിട്ടാണ് ഇവർ ഇതൊക്കെ അനുഭവിക്കുന്നത്? കർമ്മഫലം ഏതൊരാളും അനുഭവിച്ചേ മതിയാകൂ. അപ്പം എന്ത് ചെയ്യുകയാണ്, കുഞ്ഞിന്റെ ശരീരത്തിലും അതുപോലെ തന്നെ സുഭഗയുടെ ശരീരത്തിലും അതുമൂലം ഈ വിഷം ഉള്ളിൽ ചെന്നതിന് ഇതുമൂലം ചെറിയ ചെറിയ വ്രണങ്ങളൊക്കെ കാണപ്പെടുകയാണ്. അങ്ങനെ ഒരു രോഗമായിട്ട് അത് മാറുകയാണ്. അങ്ങനെ ഈ രോഗത്തിന്റെ ആ ഒരു അവസ്ഥയിൽ അവർ വളരെയധികം അവശതകൾ അനുഭവിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് തന്റെ ഭാര്യയായിട്ടുള്ള സുഭഗയ്ക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്തിട്ട് ആ രാജാവ് ചിന്താധീനനായി തീരുകയാണ്. തന്റെ ഭാര്യയും കുട്ടിയും ഇത്രയ്ക്ക് ദുരിതം അനുഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? അവരുടെ മുൻജന്മത്തിലെ കർമ്മഫലം കൊണ്ടായിരിക്കാം അവരിങ്ങനെ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഈ രാജാവ് വളരെയധികം പരിതപിക്കുകയാണ്. അപ്പൊ എന്നിട്ട് പറയുകയാണ്, ഇവരെന്തൊക്കെ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ, പാപങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതിന്റെ എല്ലാം കർമ്മഫലം അനുഭവിച്ചേ കഴിയുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ്, നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചതിന് ശേഷം നമ്മൾ എന്തൊക്കെ ദ്രോഹങ്ങൾ മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ എന്തൊക്കെ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, നമ്മളോട് ആരും ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും പാപങ്ങൾ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടോ, ആ പാപത്തിന്റെ ഫലമെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ചിലർ നമ്മളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്താലും നമ്മൾ അതേപോലെ അവരെ നമ്മൾ ദ്രോഹിക്കാനായിട്ട് ചെല്ലില്ലല്ലേ ചിലര്. അത് അവരുടെ നമ്മുടെ ശുദ്ധ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അവരങ്ങനെയല്ല, നമ്മളൊന്നും ദ്രോഹിച്ചില്ലെങ്കിലും വീണ്ടും വീണ്ടും നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി തന്നെ അവരുടെ മനസ്സിൽ ഇങ്ങനെ അവർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ. അത് ചിലരുടെ സ്വഭാവമാണ്. പക്ഷെ ഇപ്പൊ ഒരാൾ വന്ന് നമ്മളെ നമ്മളെ അടിച്ചു എന്ന് വെച്ചോ, നമ്മൾ വീണ്ടും നമ്മൾ അതേപോലെ തിരിച്ചവരെ അടിക്കാൻ നമ്മൾ ചിലപ്പോൾ പോവില്ല, നമ്മൾ തിരിച്ചത് ചെയ്യില്ല, നമ്മൾ പോയി കേസ് കൊടുക്കും. അങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ചിലപ്പോൾ നമുക്ക് അത്രയും സഖികളും നമുക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു പോകുന്നതിൽ തെറ്റില്ല അല്ലേ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ തിരിച്ച് ഉപദ്രവിക്കുന്നവരുണ്ട് അല്ലേ. അപ്പൊ അത് ഓരോ ഇതാണ്. അപ്പം ഒരാൾ നമ്മളോട് ചതി പ്രയോഗിച്ചു അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് വഞ്ചന കാണിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ അതേ നാണയത്തിൽ ഇതാകെ കഴിഞ്ഞ് നമ്മളും അവരും തമ്മിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവുകയില്ല. അപ്പൊ ഇത് ഇവിടെ പറയുന്നത് വെച്ചാൽ ആരെന്ത് തെറ്റായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കർമ്മത്തിന്റെ എല്ലാം ഫലം നമ്മൾ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇക്കാര്യം ജഗദീശ്വരന്റെ അലംഘനീയമായ നിശ്ചയം തന്നെ. എന്തെല്ലാം ചികിത്സകൾ നടത്തി, എത്രമാത്രം പണമാണ് അതിനുവേണ്ടി ചിലവഴിച്ചത്. ഇനി അവസാനമായി ഒന്നേ ചെയ്യുവാനുള്ളൂ, അതുകൂടി പ്രയോഗിച്ചു നോക്കാം. ഇപ്രകാരം ചിന്തിച്ച ഭൂപാലകൻ മറ്റ് പത്നിമാരുടെ നിർദ്ദേശപ്രകാരം ഒരു ദുഷ്കർമ്മം ചെയ്യാനായി തയ്യാറായി. അങ്ങനെ രാജകൽപ്പന പ്രകാരം കൊണ്ടുവന്ന രഥത്തിൽ ഭാര്യയെയും കുഞ്ഞിനെയും കയറ്റിയിരുത്തി. എന്നിട്ട് തേരാളിയെ വിളിച്ച് എന്തോ നിർദ്ദേശം നൽകി. രാജാവിന്റെ നിർദ്ദേശപ്രകാരം സാരഥി വളരെ ദൂരെയുള്ള ഇരുണ്ട കാനനത്തിലേക്ക് തേർതെളിച്ചു. വനമധ്യത്തിൽ ആ മാതാവിനെയും കുഞ്ഞിനെയും ഇറക്കിവിട്ട് സാരഥി തിരിച്ചു പോന്നു. ഘോരവനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട രാജ്ഞിയും മകനും ഭയചകിതരായി. നിരാലംബയായ അവൾ പുത്രനെയും എടുത്തുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് ഒരു അഭയകേന്ദ്രം തേടി വനത്തിലാകെ അലഞ്ഞു നടന്നു. ക്രൂര മൃഗങ്ങളെ കണ്ടപ്പോഴൊക്കെ ഭയം കൊണ്ടവൾ സ്തംഭിച്ചു പോയി. ഒടുവിൽ അവൾ ജഗൽപിതാവായ ശ്രീ പരമശിവനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. ഗണങ്ങളും വേതാളങ്ങളും വന്ന് അവളെ ഭയപ്പെടുത്തിയപ്പോൾ പാവം ആ നാരീരത്നം കൈലാസേശ്വരന്റെ കരുണയ്ക്ക് വേണ്ടി ഓം നമഃശിവായ എന്ന് ഉറക്കെ ജപിച്ചു. കഠിനമായ വിശപ്പും ദാഹവും അവളെ വല്ലാതെ വിവശയാക്കി. അങ്ങനെ സഞ്ചരിക്കവേ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു വഴി അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു. അവിടെ ധാരാളം ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് വാഹനങ്ങളും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അത് കണ്ട രാജ്ഞിക്ക് തെല്ല ആശ്വാസം തോന്നി. ആ തെരുവിലൂടെ എവിടേക്കാണെന്ന് അറിയാതെ നടക്കവേ ഒരു വൈശ്യപ്രമാണിയുടെ മനോഹരമായ മന്ദിരം കാണാനിടയായി. അപ്പോൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ഒരു അസുഖമുള്ളവരാണല്ലോ എന്ന് കരുതിയിട്ട് ഈ അമ്മയും കുഞ്ഞിനെയും അവരെ ഒരു വനത്തിൽ ഉപേക്ഷിച്ചിട്ട് ഈ പടയാളികൾ അവരെ ഒരു വനത്തിൽ ഉപേക്ഷിച്ചിട്ട് അവരെ പോവുകയാണ്. അപ്പം ഇത് എവിടെയാണ് പെട്ടതെന്ന് അറിയാതെ ഗത്യന്തരം ഇല്ലാതെ വനത്തിലൂടെ ഇങ്ങനെ വളരെയധികം വിലപിച്ചുകൊണ്ട് ഈ സുഭഗ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്.
അങ്ങനെ ആ നാരീരത്നം കരുണയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഓം നമ ശിവായ മന്ത്രമൊക്കെ പറഞ്ഞ് ഭഗവാൻ പരമശിവനെ അത്രയും കാരുണ്യത്തോടെ കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചുകൊണ്ട് വിവശയായിട്ട് അങ്ങനെ സഞ്ചരിക്കവേ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് കാണുന്നത്. അങ്ങനെ ആ സ്ഥലത്തിലേക്ക് ഇങ്ങനെ തെരുവിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തെരുവിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു വൈശ്യപ്രമാണിയുടെ ഒരു മനോഹരമായ മന്ദിരം കാണാൻ ഇടയാവുകയാണ്. പഞ്ചരകൻ എന്ന നാമധേയത്തിൽ പ്രസിദ്ധനായ ഒരു വൈശ്യകുബേരന്റെ മന്ദിരമായിരുന്നു അത്. അയാളുടെ ദാസിയെ കണ്ട സുഭഗ തന്റെ കഥന വിവരിച്ച് കേൾപ്പിച്ചു. വൈശ്യപ്രഭുവിന്റെ അനുമതി വാങ്ങിയ ശേഷം ദാസി അവളെയും കുഞ്ഞിനെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. യാത്രാക്ഷീണം കൊണ്ടും വിശന്നു വലഞ്ഞതിനാലും വളരെയധികം ക്ഷീണിതയായി തീർന്ന അവളെ വൈശ്യൻ സാന്ത്വന വാക്കുകളാൽ ആശ്വസിപ്പിച്ചു. അതിനുശേഷം അവളുടെ ദുരിതത്തിന്റെ കാരണം ആരാഞ്ഞു. പ്രമാണിയുടെ സ്നേഹാധിക്യത്തോടെയുള്ള വാക്കുകൾ അവളുടെ മനതാരിൽ ഇളം തെന്നലിന്റെ സ്പർശമുണ്ടാക്കി. അവൾ തന്റെ കഥന വിവരിച്ചു. അങ്ങനെ ഈ വൈശ്യപ്രമാണിയുടെ ഒരു വൈശ്യകുബേരന്റെ മന്ദിരമായിരുന്നു അവിടെ എത്തിയപ്പോൾ അവിടെ ആ വൈശ്യകുബേരന്റെ ഒരു ദാസിയെ കാണുകയാണ്. അങ്ങനെ ഈ ദാസിയോട് തന്റെ വിഷമങ്ങളൊക്കെ ഈ സ്ത്രീ പറയുകയാണ്, ഈ സുഭഗ പറയുകയാണ്. താൻ ഇത്രയും വലിയൊരു കൊട്ടാരത്തിലെ ഒരു രാജ്ഞിയായിരുന്നു, പക്ഷെ തനിക്ക് ഇങ്ങനെ ഒരു ദുർഗതി ഉണ്ടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ആ രാജാവിനോടും അതുപോലെ തന്നെ ആ ദാസിയോട് പറയുകയാണ്. അങ്ങനെ ദാസി ആ രാജാവിന്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും അങ്ങനെ ആ രാജാവിനോട് ഈ സുഭഗ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. കീർത്തി കേട്ട ദശാർണ രാജാവ് വജ്രബാഹുവിന്റെ ധർമ്മപത്നിയാണ് ഞാൻ. നിർഭാഗ്യവശാൽ എനിക്കും കുഞ്ഞിനും രോഗം ബാധിച്ചു. ചില ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും ആശ്വാസകരമായ മാറ്റം കണ്ടില്ല. മുജ്ജന്മങ്ങളിൽ അജ്ഞത മൂലം ചെയ്തുപോയ അപരാധങ്ങൾക്കുള്ള ശിക്ഷയായിരിക്കാം ഞാനും എൻ്റെ മകനും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ദ്രിയ സുഖങ്ങൾ വന്നു ചേരുമ്പോൾ സത്യത്തെ വിസ്മരിക്കുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ടാണ് രാജാവിന് ഞങ്ങളിൽ അപ്രീതി തോന്നി ഈ കാട്ടിൽ നിർദാക്ഷിണ്യം ഉപേക്ഷിച്ചത്. അപ്പോൾ ഈ പത്നി പറയുകയാണ്, വളരെയധികം ഭൗതികമായിട്ടുള്ള സുഖങ്ങൾ കിട്ടുമ്പോഴാണല്ലോ മനുഷ്യർ മാറുന്നത്. അപ്പോൾ ആ രാജാവിന് ഇങ്ങനെ ഭൗതികമായിട്ടുള്ള വേറെ പല കാര്യങ്ങളും കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ രോഗാവസ്ഥയിലാണെന്ന് കൂടി അറിഞ്ഞിട്ട് ആ മനസ്സിൽ ഒരല്പം പോലും നന്മ അവശേഷിക്കാതെ ക്രൂരമായിട്ട് ഞങ്ങളെ ഈ വനത്തിൽ ഉപേക്ഷിച്ചത് എന്ന് പറയുകയാണ്. അപ്പം ചിലർ അങ്ങനെയാണല്ലേ, ചിലർക്ക് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള സമയത്ത് കൂടെ ഉണ്ടാവും, ചിലർക്ക് അത് ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവില്ല. മറ്റുള്ള സുഖങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അവർ അങ്ങോട്ടായിരിക്കും പോകുന്നത്. പക്ഷെ അവർക്ക് ആ കൂടെയുള്ള ആ നന്മ തിരിച്ചറിയാൻ അവർക്ക് കഴിയുകയില്ല. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ആ ഭാര്യയ്ക്കും കുഞ്ഞിനും വയ്യാതായതോടുകൂടി ഈ ഭർത്താവ് എന്ത് ചെയ്യുകയാണ്, ആ ഭാര്യയും കുഞ്ഞിനെയും ആ രാജാവ് ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് മറ്റുള്ള സുഖങ്ങൾ ആ രാജാവിനുള്ളത് കൊണ്ട് തന്നെ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും അയാൾ ഉപേക്ഷിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ആശ്രയഹീനരായി തീർന്നിരിക്കുകയാണ്. ഒരിടത്തും ശരണമില്ലാതെ ഭയാനകമായ ഈ കാനനത്തിൽ അലഞ്ഞു നടക്കുകയായിരുന്നു ഞാൻ. ഒടുവിൽ ജനവാസമുള്ള ഈ പ്രദേശത്ത് എത്തിച്ചേരുകയും അങ്ങയുടെ ഭവനത്തിൽ വരുവാൻ ഇടയാകുകയും ചെയ്തിരിക്കുന്നു. അവളുടെ ദയനീയമായ വാക്കുകൾ കേട്ട് ദയാനിധിയായ വൈശ്യൻ അവൾക്ക് താമസിക്കാൻ ഒരു നല്ല വീട് നൽകി. അത്യാവശ്യം വേണ്ടതായ ആഹാരവും വസ്ത്രങ്ങളും കൊടുത്തു. വിദഗ്ധനായ ഒരു വൈദ്യനെ വരുത്തി അവളെയും കുഞ്ഞിനെയും ചികിത്സിച്ചു. എങ്കിലും ആ കുട്ടി മരിച്ചുപോയി. 1 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞിന്റെ മരണം അവളുടെ മനസ്സിനെ വല്ലാതെ തളർത്തി. തനിക്ക് സ്വന്തമെന്ന് അവകാശപ്പെടുവാൻ ആകെയുണ്ടായിരുന്ന പുത്രന് നഷ്ടമായല്ലോ എന്നോർത്ത് ദയനീയമായി വിലപിച്ചു. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, ഈ വൈശ്യകുബേരനായിട്ടുള്ള ആ രാജാവ് എന്ന് പറയുന്ന ഒരു നല്ല സന്മനസ്സുള്ള ഒരു രാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാജാവ് എന്ത് ചെയ്യുകയാണ്, ഈ സുഭഗയ്ക്കും കുഞ്ഞിനും ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു വീടും വസ്ത്രങ്ങളും ആഹാരവും എല്ലാം തന്നെ കൊടുക്കുകയാണ്. പക്ഷെ അവിടെ ഇങ്ങനെ അവര് ജീവിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞിനും അമ്മയ്ക്കും വൈദ്യ ചികിത്സ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഈ കുഞ്ഞിന് 1 വയസ്സ് മാത്രമേ പ്രായമുള്ളായിരുന്നു. ഈ കുഞ്ഞ് മരണപ്പെടുകയാണ്. പക്ഷെ സുഭഗ സുഖപ്പെടുകയാണ്. എന്നിട്ട് അപ്പോൾ ഈ സുഭഗ വളരെയധികം വിഷമത്തോടുകൂടി ശ്രീ പരമേശ്വരനോട് പറയുകയാണ്, അല്ലയോ ശ്രീ പരമേശ്വര, ഇത്രയും ക്രൂരമായ ഒരു വിധി അനുഭവിക്കാൻ മാത്രം ഞാൻ അത്രത്തോളം പാപം ചെയ്തവളാണോ ജഗദീശ്വര? കാലന് പോലും എന്നെ വേണ്ടാതായിരിക്കുന്നു. ഞാനിനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എത്രയും പെട്ടെന്ന് എൻ്റെ ജീവനെ എടുക്കുവാൻ അവിടത്തേക്ക് ദയുണ്ടാകണം ശംഭോ മഹാദേവ. എന്തിനാണ് അങ്ങ് എന്നെ ഈ വിധം പരീക്ഷിക്കുന്നത്? അപ്പോൾ ഈ സുഭഗ പറയുകയാണ്, കുഞ്ഞ് നഷ്ടപ്പെട്ടതോടുകൂടി സുഭഗയ്ക്ക് വളരെയധികം വിഷമമാവുകയാണ്.
അതായത് കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ള അമ്മമാർ അങ്ങനെയാണല്ലേ. എത്രയൊക്കെ അടിയും ചവിട്ടും കൊണ്ടാലും എത്രയൊക്കെ നമ്മളെ ദ്രോഹം ഉണ്ടായാലും ആർക്ക് വേണ്ടിയിട്ടാണ്? ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് സുഭഗയ്ക്ക് ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടതോടുകൂടി സുഭഗ പറയുകയാണ്, എന്നെയും കൂടെ, എൻ്റെ ജീവനും കൂടെ അങ്ങ് എടുക്കൂ പരമേശ്വര എന്ന് സുഭഗ പറയുകയാണ്. സുഭഗ അത്രയും വിഷമിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോട് പോലും ഒരു അമ്മമാർക്ക് ഒരു സ്നേഹം ഇല്ലല്ലേ. ഇപ്പൊ മൂന്ന് നാലോ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റ് സുഖങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ആണിനെ കിട്ടുമ്പോൾ ആ ആണിനെ തേടി ആ സ്ത്രീ പോവുമല്ലേ. അതൊക്കെ എന്ത് പാവമാണെന്നറിയാം. ആ കുഞ്ഞുങ്ങളുടെ കണ്ണീര് നമ്മളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ അമ്മയുടെ ആ സ്നേഹം എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും വലുതായിട്ട് ഒന്നുമില്ല. പക്ഷെ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാൻ അങ്ങനെ ഉള്ളൊരു ക്രൂര മനസ്സ് എങ്ങനെയാണ് ആ സ്ത്രീക്ക് ഉണ്ടാവുന്നത് അല്ലേ. എന്താ പറയാ, ഒരു കുറച്ച് സുഖത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നിമിഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുഖത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം അത്രയും 10 മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് അല്ലേ. അതൊക്കെയെന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ സ്വഭാവം കൊള്ളില്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കുഞ്ഞുങ്ങളെയും കളഞ്ഞ് ഭർത്താവിനെയും കളഞ്ഞ് കുഞ്ഞുങ്ങളെയും കളഞ്ഞിട്ട് മറ്റൊരുത്തിൻ്റെ കൂടെ പോകുന്നു പറയുന്നത് മ്ലേച്ഛമായിട്ടുള്ള കാര്യമാണല്ലേ. അപ്പൊ അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പോയിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു വരിക എന്നുള്ളതാണ്. തിരിച്ചു വന്നിട്ട് ആ കുഞ്ഞുങ്ങളെ ഓർത്തെങ്കിലും തിരിച്ചു വന്ന കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഭർത്താവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഭർത്താവ് ഇനി കുടിച്ചിട്ട് വന്ന് അടിക്കുന്നവനാണ്, ഉപദ്രവിക്കുന്നവനാണെന്നുണ്ടെങ്കിൽ അവനെ ഉപേക്ഷിക്കാം. പക്ഷെ ആ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാ ചെയ്തതല്ലേ, കുഞ്ഞുങ്ങൾ എന്ത് പഴിച്ചു അല്ലേ. അപ്പം കുഞ്ഞുങ്ങൾക്ക് അത്രയും പ്രാധാന്യമുണ്ട്. ആ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മൾ അമ്മമാരെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നവർക്ക് പലതരത്തിലുള്ള ശിക്ഷകളൊക്കെ ഉണ്ടാവുന്നതാണ്. അത് നമുക്ക് ഗരുഡപുരാണം ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവല്ലോ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത്രയും പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ അമ്മയുടെ ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ അമ്മ സുഭഗ എന്താണ് വളരെയധികം ഹൃദയവേദനയോടുകൂടി തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടുവല്ലോ എന്ന് ഓർത്തിട്ട് ഇനി താൻ എന്തിനു വേണ്ടിയാണ് ജീവിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിട്ട് ഈ സുഭഗ വളരെയധികം വിഷമപ്പെടുകയും എന്നിട്ട് സുഭഗ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, മഹാദേവനോട് പ്രാർത്ഥിക്കുകയാണ്, എന്നെയും കൂടി എത്രയും പെട്ടെന്ന് അങ്ങ് എന്നെയും കൂടി വിളിക്കൂ. ഇനി ഞാൻ എന്തിനാണ് ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ജീവൻ എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ജീവൻ അങ്ങ് എടുക്കണം എന്ന് മഹാദേവനോട് ഈ സുഭഗ വളരെയധികം കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ രാജപത്നിയുടെ വിലാപം കേട്ടുകൊണ്ടിരുന്ന ഒരു യോഗി സത്യധർമ്മങ്ങളുടെ രഹസ്യച്ചെപ്പ് അവൾക്കായി തുറന്നു. അദ്ദേഹം പറഞ്ഞു, ഹേ രാജപത്നി, മരിച്ചവരെ കുറിച്ചോർത്ത് വിലപിക്കുന്നത് ബുദ്ധിയല്ല. ജനിച്ചാൽ ഒരു നാൾ മരിക്കണമെന്നുള്ളത് പ്രപഞ്ചത്തിൽ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരൻ നടപ്പിലാക്കിയിട്ടുള്ള അലംഘനീയമായ ഒരു അവസ്ഥയാണ് എന്ന കാര്യം നീ അറിയണം. ജലം, വായു, മണ്ണ്, രേജസ്, ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ് മനുഷ്യ ശരീരം. മനുഷ്യർക്ക് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത് മായയുടെ ശക്തി കൊണ്ടാണെന്ന സത്യം ഇനിയും നീ ഗ്രഹിച്ചിട്ടില്ല. ഭൗതികമായിട്ടുള്ളതൊക്കെ എന്റേത് എന്ന് ഭ്രമിക്കുന്നത് കൊണ്ടാണ് മാനവരുടെ ദുഃഖം ദിനംതോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യബോധത്തിൽ ഊന്നിയ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരാൾക്ക് മറ്റൊരാളുമായി വാസ്തവത്തിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇങ്ങനെ ഈ സുഭഗ വളരെയധികം വിഷമിച്ച് കരയുന്നത് കണ്ടപ്പോൾ അവിടെ ഇരുന്ന ഒരു യോഗി പറയുകയാണ്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ച് കരയുന്നത്? മരണം എന്ന് പറയുന്നത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അത് ആർക്ക് വേണമെങ്കിലും എപ്പോഴും സംഭവിക്കാം. അത് ഈ ഭൂമിയിൽ ഉള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന നമുക്ക് സ്വന്തം എന്ന് പറയുന്നത് ഒന്നും നമ്മുടെ സ്വന്തമല്ല. ഇതെല്ലാം നമുക്ക് ആ ഭഗവാൻ അല്ലെങ്കിൽ ഭഗവതിയൊക്കെ തന്നതാണല്ലേ. അപ്പം ആ ഭഗവാൻ നമുക്ക് തന്നതാണ് ഇതൊക്കെ. അതുകൊണ്ട് നമ്മൾ അതോർത്ത് നമ്മൾ ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നാണ് ഈ സുഭഗയോട് ആര് പറയുന്നത്? ഈ യോഗി പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടെന്നെങ്കിൽ നമ്മളെല്ലാം ഒറ്റയാണ്. അതായത് നാം ജനിക്കുന്നതും ഒറ്റയ്ക്കാണ്, മരിക്കുന്നതും ഒറ്റയ്ക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ വരുമ്പോഴും ഒന്നും കൊണ്ടുവരുന്നില്ല, പോകുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല. അതാണ് പരമമായിട്ടുള്ള സത്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ ആത്മാക്കളാണ് അല്ലേ.
അപ്പം അതാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിൽ വരുമ്പോഴാണ് നമ്മളിങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ബന്ധങ്ങൾ ഇത് എല്ലാം എന്ന് പറയും, ബന്ധങ്ങളും സ്വന്തങ്ങളും എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു മായയാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു മായയാണ്. അതുകൊണ്ട് നാം വരുമ്പോൾ ഒറ്റയ്ക്കാണ് വരുന്നത്, പോകുമ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത് എന്നുള്ള ആ ഒരിത് മനസ്സിലാക്കി കൊടുക്കുകയാണ് ആ യോഗി. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് കരുതി നീ അതിൽ വിലപിക്കേണ്ടതില്ല എന്ന് ഈ യോഗി സുഭഗയോട് പറയുകയാണ്. സത്യബോധത്തിൽ ഊന്നിയ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഒരാൾക്ക് മറ്റൊരാളുമായി വാസ്തവത്തിൽ യാതൊരു ബന്ധവുമില്ല. പരസ്പരം സ്പർദ്ധയും അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നത് ബന്ധമെന്ന മായക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ചിലർക്ക് മറ്റൊരാളോട് സ്പർദ്ധയും അസൂയയും വിദ്വേഷവും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബന്ധമെന്ന മായക്കുരുക്കിൽ നമ്മളെല്ലാം കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? മറ്റൊരാളുടെ സ്പർദ്ധയും അസൂയയും അതുപോലെ തന്നെ വിദ്വേഷവും ഒക്കെ ഉണ്ടാവുന്നത്. നമുക്കെല്ലാം പിടിച്ചടക്കണം, അവരെ നമുക്ക് തോൽപ്പിക്കണം, അവരുടെ മുമ്പിൽ നമുക്ക് വലിയ ആളായി കാണണം, നമുക്ക് എല്ലാം ഉണ്ടാക്കണം, ഇങ്ങനെയെല്ലാം മനസ്സ് എന്തുകൊണ്ടാണ് വരുന്നത്? അവരുടെ ആ മായക്കുടുക്കിൽ അവർ അകപ്പെട്ടത് കൊണ്ടും അവർക്ക് ആ മനസ്സിൽ ആ വിദ്വേഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എന്താണ്? അവർക്ക് ആ സത്യം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം ഈ ഭൂമിയിലുള്ളതൊന്നും ശാശ്വതമല്ല, നമ്മൾ ഒരു സമയത്ത് ഈ ഭൂമി വിട്ട് പോവേണ്ടവർ തന്നെയാണ് എന്നുള്ള ആ ഒരു സത്യം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്. കാരണം നമ്മുടെ ഒന്ന് യഥാർത്ഥ സ്ഥലം എന്ന് പറയുന്നത് ഈ ഭൂമിയല്ല, നമുക്ക് വേറെ ഏതോ ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ എല്ലാവരും വന്നിട്ടുള്ളത്. ആ ലോകമാണ് നമ്മുടെ യഥാർത്ഥ ലോകം, അവിടേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് എന്നുള്ള ആ ഒരു സത്യം എപ്പോഴാണോ ഒരാൾ മനസ്സിലാക്കുന്നത്, അപ്പോഴാണ് അയാളുടെ മനസ്സിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ബന്ധുക്കൾ, മാതാവ്, പിതാവ്, മക്കൾ, ഭർത്താവ് എന്നെല്ലാമുള്ള ചിന്ത തെറ്റിദ്ധാരണ മൂലം ഉണ്ടാകുന്നതാണ്. മായയുടെ വികൃതികൾ മൂലമുള്ള വെറും തോന്നലുകളാണവ. ഇവയെല്ലാം തന്നെ ഈശ്വരന്റെ തീരുമാനങ്ങളാൽ ഉണ്ടാകുന്നതാണെന്നും നീ അറിയണം. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങൾ ഭഗവാൻ ശ്രീ പരമേശ്വരന്റെ ലീല മൂലം ഉണ്ടായിട്ടുള്ളതാണ്. ഇവയിൽ സത്വഗുണത്തിന്റെ പ്രഭാവത്താലാണ് ദേവഗണങ്ങൾ ഉത്ഭവിച്ചിട്ടുള്ളത്. രജോ ഗുണത്തിന്റെ ശക്തി കൊണ്ടാണ് മനുഷ്യഗണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തമോ ഗുണത്തിന്റെ പ്രഭാവം കൊണ്ട് പക്ഷിമൃഗാദികളും മറ്റ് ജീവിവർഗങ്ങളും ജന്മമെടുത്തു. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ബാഹ്യ നയനങ്ങൾ കൊണ്ട് കാണുന്ന സകലതും നശിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആ സ്ഥിതിക്ക് നമ്മളും നശിക്കേണ്ടതാണ്. അപ്പോൾ ഓരോരുത്തരും ഉണ്ടായിട്ടുള്ളത് ഭഗവാന്റെ ഓരോ ഗുണങ്ങൾ കൊണ്ടാണ്. സത്വഗുണങ്ങൾ കൊണ്ടാണ് ദേവന്മാരൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ രജോ ഗുണം കൊണ്ടാണ് മനുഷ്യരുണ്ടായിട്ടുള്ളത്. തമോ ഗുണം കൊണ്ടാണ് പക്ഷി മൃഗാദികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു സമയത്ത് നശിക്കപ്പെടേണ്ടതാണ്, ഇതെല്ലാം തന്നെ ഒരു സമയത്ത് ഇല്ലാതാവുന്നതാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടതെന്ന് പറയുകയാണ്. പക്ഷേ നമ്മുടെ ഈ ഭൂമിയിൽ നമ്മൾ വന്നു വിടുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക, നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു ധാർമ്മിക പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചില തെറ്റുകൾ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ സാഹചര്യം കൊണ്ടായിരിക്കാം. എന്നാലും അതിന് ഭഗവാനോട് മാപ്പ് ചോദിക്കുക എന്നുള്ളതാണ്. പിന്നീട് ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെയുണ്ട് ചിലർ കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലുള്ള ജീവിതമായിരിക്കും അവരുടേത്. അതെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. മനസ്സിലായോ? ഇപ്പം നമ്മളല്ലാതെ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ എനിക്ക് ചില പെൺകുട്ടികളോട് പറയാനുള്ളത്, പണത്തിന് വേണ്ടിയിട്ട് എന്ത് തെറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുതിരാതിരിക്കുക. നമ്മുടെ ഇഷ്ടമല്ലാതെ, നമുക്കൊരാളെ ഇഷ്ടമല്ലാതെ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കാൻ പോലും ആരെയും സമ്മതിക്കാതിരിക്കുക. നമുക്ക് ഇഷ്ടമാണ്, നമുക്കൊരാളോട് പ്രേമം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റില്ല. നമുക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ആ സ്നേഹത്തിന് വേണ്ടി ചെയ്യുന്ന തെറ്റില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമല്ലാതെ ഒരാളെ പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമല്ലാതെ ഒരാളുടെ കൂടെയും അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെ പോവാതിരിക്കുക. അത് തന്നെയാണ് എനിക്ക് പുരുഷന്മാരോടും പറയാനുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഇതില്ലാതെ, നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മളെ ആരും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ത് ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും നമ്മളെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നാലും നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം പണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്ത് തെറ്റുകളും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്.
അപ്പം അതുകൊണ്ട് അങ്ങനെ ഇതെല്ലാം എന്ന് പറയുന്നത് നമുക്ക് വെറും ഒരു മായയാണ്. ഇതെല്ലാം എന്ന് പറയുന്നത് ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാവുന്ന ഇതാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഈ യോഗി പറയുന്നത്. എന്തെങ്കിലും ഒരു നിസാര ഒരു പ്രകൃതിക്ഷോഭം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ വന്നാലോ ഒക്കെ തീരാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പം മുല്ലപ്പെരിയാർ തന്നെ ഇരിക്കുന്നു, അത് പൊട്ടിയാൽ കഴിഞ്ഞാലും തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഒരു സുനാമി വന്ന് തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളതെന്ന് പറയുന്നതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമില്ല. അതൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ കേവലമായിട്ടുള്ള ഈ മനുഷ്യർ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് വിലപിക്കുന്നത് എന്നാണ് ഈ യോഗി വര്യൻ സുഭഗയോട് ചോദിക്കുന്നത്. കാലം, ധർമ്മം, ഗുണം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് കൈകളും കാലുകളും മുഖവും ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കർമ്മഫലം അനുഭവിക്കാനായിട്ടാണ് നാം ഭൂമിയിൽ വിവിധ ഘട്ടങ്ങളിൽ വന്ന് പിറക്കുന്നത്. അങ്ങനെ ജനന മരണങ്ങളും സുഖദുഃഖങ്ങളും അനുഭവിക്കുവാനും ഇടവരുന്നു. ഈ ഭൂമിയിൽ വന്ന് പിറക്കുന്ന മനുഷ്യരിൽ എത്ര തരത്തിലുള്ളവർ ഉണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. ധനവാൻ, ദരിദ്രൻ, പിശുക്കൻ, ധൂർത്തടിക്കുന്നവൻ, രാജാവ്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, സുന്ദരൻ, വിരൂപൻ, യാചകൻ, രോഗി എന്നിങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരുണ്ട്. ഹേ രാജപത്നി, നീ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നതല്ലെന്ന സത്യം എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരിക്കണം. അതിനാൽ മരിച്ചത് നിന്റെ മകനാണെന്ന ചിന്തയ്ക്ക് അടിസ്ഥാനമില്ല. വാസ്തവത്തിൽ നിനക്ക് ആരും തന്നെയില്ല. നീ ജന്മം കൈക്കൊണ്ടപ്പോൾ തന്നെ നീ അനുഭവിക്കേണ്ടതൊക്കെ ശിരോലിഖിത രൂപത്തിൽ ഭഗവാൻ ശംഭു വച്ചിട്ടുണ്ട്. അവ മുഴുവനും അനുഭവിച്ചു തീർത്താലേ നിനക്ക് ഈ സംസാരത്തിൽ നിന്നും മോചനം നേടാൻ കഴിയൂ എന്നതും നീ അറിയേണ്ടതാണ്. നീ അനേകം പ്രാവശ്യം വിവിധ തരത്തിലുള്ള ശരീരങ്ങൾ പലപ്പോഴായി സ്വീകരിച്ചവളാണ്. മുൻജന്മത്തിലും നിനക്ക് ബന്ധുക്കൾ ഉണ്ടായിരുന്നു. ഈ ലോകഗതി ഇങ്ങനെ അനസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും. അതിനാൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന സുഖങ്ങൾ അനുഭവിക്കും പോലെ ദുഃഖങ്ങളെ സഹിക്കുവാനും നിനക്ക് കഴിയണം. അപ്പോൾ യോഗി വര്യൻ പറയാണ്, ഈ ഒരു ജന്മം മാത്രമല്ല, മുൻപും ഒരുപാട് ജന്മങ്ങൾ നീ എടുത്തിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണോ ഈ ഭൂമിയിൽ നീ അനുഭവിക്കേണ്ടത് ഇതെല്ലാം നീ അനുഭവിച്ച് മാത്രമേ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയുള്ളൂ. കാരണം ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ തന്നെ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് അവർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ അവരുടെ ഇതുകൊണ്ട് എന്തെങ്കിലും അവരുടെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സ്പർദ്ധ മൂലം രാജാക്കന്മാർ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ എത്രയേറെ രാജാക്കന്മാരും വീരയോദ്ധാക്കളും ചരമഗതി പ്രാപിക്കുന്നു. വേദശാസ്ത്രങ്ങൾ അതിനിപുണമായ മഹാന്മാരും മരിക്കുന്നു. യമനിയമാദികളെല്ലാം ശീലിച്ച് മനോനിയന്ത്രണം വരുത്തിയാൽ സൽഗുണ സമ്പന്നരായ ശ്രേഷ്ഠർ ബ്രാഹ്മണരും മരണത്തിൽ നിന്നും മോചിതരല്ല. അതിനാൽ നിന്റേതാണ് മരിച്ച കുട്ടിയെന്ന ധാരണ തെറ്റാണെന്നറിയുക. എല്ലാ ദുഃഖങ്ങളും ഇടിഞ്ഞ് ബ്രഹ്മസ്വരൂപനും സർവ്വവ്യാപിയുമായുള്ള ശ്രീ ശങ്കരന്റെ പാദകമലങ്ങളെ ശരണം പ്രാപിക്കുകയാണ് ഉത്തമമായിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ തീർച്ചയായും നിനക്ക് മംഗളം ഉണ്ടാവും. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, ഇതെല്ലാം നീ ഉപേക്ഷിച്ചിട്ട് പരമശിവനെ ശരണം പ്രാപിക്കുവാനാണ് ഈ യോഗി വര്യൻ സുഭഗയോട് പറയുന്നത്. ഇപ്രകാരം പ്രപഞ്ച സത്യത്തിൽ അധിഷ്ഠിതമായ കാര്യങ്ങൾ അനാവരണം ചെയ്ത ശേഷം ശിവയോഗി അല്പനേരം മൗനം ദീക്ഷിച്ചിരുന്നു. താൻ പറഞ്ഞ കാര്യങ്ങൾ രാജപത്നിയുടെ ചിന്താദർപ്പണത്തിൽ ആലേഖനം ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ വദനഭാവത്തിലൂടെ കണ്ടറിഞ്ഞ് അദ്ദേഹം വീണ്ടും പറഞ്ഞു തുടങ്ങി. ഹേ രാജപത്നി സുഭഗേ, അഹംഭാവം, ക്രോധം, ശത്രുക്കളോടുള്ള കലഹം, അസൂയ, അഭിമാനം, മാത്സര്യം, ധനമോഹം, ചതി ഇവയെല്ലാം തന്നെ മനുഷ്യന്റെ ശത്രുക്കളാണ്. ഇവയെ സദാനേരവും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരാണ് മനുഷ്യരിൽ അധികവും. ഇത്തരം ദോഷങ്ങൾ ചുമക്കുന്നവൻ ദുർഗന്ധപൂരിതമായ വിഴുപ്പ് ഭാണ്ഡക്കെട്ടുകൾ ചുമക്കുന്നവരാണ്. ജീവിത നാളുകൾക്കിടയിൽ ഒരിക്കലും ഇവർ സുഖം അനുഭവിക്കുന്നില്ല. ഇതിനൊക്കെ ശാശ്വതവും ധാർമ്മികവുമായ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ദിവസത്തിൽ ഒരു നേരമെങ്കിലും കൃത്യമായി ശിവനാമം ജപിക്കുക. കൂടാതെ ദേവാദിദേവനായ ഭഗവാൻ ശംഭുവിന്റെ മഹാത്മ്യങ്ങൾ കേൾക്കുകയും അത് മറ്റുള്ളവർക്കായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു സജ്ജനങ്ങളുടെ ഉപദേശപ്രകാരം ജീവിതം നയിക്കുക. ഇവയെല്ലാം ജീവിത ദുരിതങ്ങളെ നശിപ്പിക്കുവാനും മനസ്സിൽ പ്രവേശിക്കുന്ന ഭീതിയും വിഭ്രാന്തിയും ആദിയും ആപത്തും തുടങ്ങിയ സകല ദോഷങ്ങളും അകറ്റുവാനും സഹായിക്കുന്നതാണ്. അപ്പോൾ സുഭഗയോട് പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ വിട്ട് കളഞ്ഞിട്ട് ഭഗവാൻ പരമശിവനിൽ അഭയം പ്രാപിക്കുക. എന്നിട്ട് പരമശിവന്റെ ആ നാമങ്ങൾ, ഓം നമഃശിവായ മന്ത്രങ്ങൾ, അങ്ങനെയുള്ള നാമങ്ങളൊക്കെ പറയുക. എന്നിട്ട് ഭഗവാനിലേക്ക് എത്തുവാനായിട്ടുള്ള ആ ഒരു ഇത് നീ പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്.
അതുപോലെ സജ്ജനങ്ങളുടെ ഉപദേശപ്രകാരം നീ ജീവിതം നയിച്ചു പോവുക. അതുപോലെ ശിവപുരാണമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക, നന്മയിലൂടെ മുന്നോട്ട് പോവുക എന്നുള്ള കാര്യമാണ് സുഭഗയ്ക്ക് ഈ യോഗി പറഞ്ഞു കൊടുക്കുന്നത്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എല്ലാവരും ആ ഒരു നല്ല രീതിയിൽ പോവാന്നുള്ളതാണ്. നമുക്ക് ജീവിക്കാനുള്ള പണവും ഇതൊക്കെ നമുക്ക് ആവശ്യം തന്നെയാണ്, അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എങ്കിലും നമ്മൾ ആർത്തി ഉണ്ടാവാതിരിക്കുക. നമുക്ക് ഉള്ളത് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിൽ തെറ്റില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇതുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ വിഷമിക്കാതെ നമുക്ക് ഭഗവാനിലേക്ക് ഒരു അഭയത്തിന് വേണ്ടിയിട്ട്, ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഭഗവാനിലെ ആ ഒരു മുക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ മനുഷ്യജന്മം എന്ന് പറയുന്നത്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനിലേക്ക് ആ ഒരു ഇത് കിട്ടുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ശിവഭഗവാന്റെ ഓം നമഃ ശിവായ മന്ത്രങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. അതായത് സത്വഗുണത്തിൽ നിന്നാണ് ഈ ദേവന്മാരുണ്ടായിട്ടുള്ളത്. അപ്പം ആ ഒരു ഭാവത്തിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ പോലും ഭഗവാന്റെ അനുഗ്രഹം വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് ശിവഭഗവാനായാലും ശ്രീകൃഷ്ണനായാലും ദേവി ആയാലും ആരായാലും നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാനാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയില്ല, നമുക്ക് ഈ നിമിഷം നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകുന്നു, അടുത്ത നിമിഷം ഏതാണെന്നൊന്നും നമുക്കറിയില്ല. നാളെ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. അപ്പം ഇതൊന്നും നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് നമ്മൾ എന്തിനാണ് വെറുതെ ഈ ഒന്നും അറിയാത്ത നമ്മുടെ ജീവിതം ഇങ്ങനെ എന്താ പറയാ, ഒരു കാര്യമില്ലാതെ വിഷമിച്ച് നമ്മുടെ എന്തെങ്കിലുമൊക്കെ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമയങ്ങൾ ഇതാക്കി, നമ്മുടെ നല്ല സമയങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ നല്ലതുപോലെ ജീവിക്കാതെ, ആ കുടുംബത്തിലായാലും ആ ഒരു സ്നേഹവും സമാധാനം ഇല്ലാതെ ആ ഒരു രീതിയിൽ ജീവിച്ച് ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ഇതില്ലാതെ നമ്മൾ കടന്നു പോകുന്നത് എന്തിനാണ്? അങ്ങനെ ജീവിക്കാൻ നമ്മൾ മറന്നു പോവുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ശത്രു എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അഹംഭാവം, ക്രോധം, ശത്രുക്കളോടുള്ള കലഹം, അസൂയ, അഭിമാനം, മാത്സര്യം, ധനമോഹം, ചതി, ഇവയെല്ലാം തന്നെ മനുഷ്യരുടെ ശത്രുക്കളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ശിവയോഗയുടെ ആത്മതത്വങ്ങളും ദാർശനികമായ ഉപദേശങ്ങളും ശ്രദ്ധയോടെ കേട്ടിരുന്ന സുഭഗയുടെ മനം ശാന്തമായി. ജീവിതത്തിന്റെ അസ്ഥിരതയെക്കുറിച്ചും അവൾ ഗ്രഹിച്ചു. ഹ്രസ്വമായ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സനാതന സമ്പത്ത് ഭക്തവത്സലനായ ശ്രീ ശങ്കരന്റെ വരപ്രസാദമായ ദിവ്യാനുഗ്രഹമാണെന്ന് ആ രാജപത്നി വ്യക്തമായും അറിഞ്ഞു. അവാച്യമായ ഒരു അനുഭൂതി അവളുടെ അകതാരിൽ നിറഞ്ഞു. ഭക്തി നിർഭരമായ മനസ്സോടെ സുഭഗ യോഗിയോട് പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സാത്വികോപദേശം എന്റെ മനോക്ഷേത്രത്തിൽ നിറഞ്ഞിരിക്കുന്ന ചപല ചിന്തകളെയും മായാപ്രഭാവം മൂലം വന്നു ചേർന്ന ദുഃഖങ്ങളെയും ഉന്മൂലനം ചെയ്യാൻ സഹായിച്ചു. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം സത്യമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാൽ ലോകത്ത് കാണുന്നതെല്ലാം നശ്വരങ്ങളായ വസ്തുക്കളാണെന്നും പരബ്രഹ്മ ജ്യോതിസായ ശ്രീ ശങ്കരന്റെ പ്രസാദം മാത്രമാണ് ശാശ്വതമായിട്ടുള്ളതെന്നും ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അതിനാൽ എന്റെ ജീവിതത്തിൽ ശേഷിക്കുന്ന കാലം അത്രയും ശ്രീ മഹാദേവന്റെ പാദപങ്കജങ്ങളെ സ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. രാജഭഗ്നിയുടെ അഭിപ്രായം കേട്ടപ്പോൾ അവൾ പറഞ്ഞതെല്ലാം ഈശ്വരഭക്തിയുടെ ലക്ഷണമാണെന്ന് അദ്ദേഹം വിലയിരുത്തി. എന്നിട്ട് മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ മുഖത്ത് ആ ശിവയോഗി സൂക്ഷിച്ചു നോക്കി. പിന്നെ കുട്ടിയുടെ മുഖത്തും നെഞ്ചിലും ഭസ്മം വിതറി. ആ നേരം കുട്ടി കൈകാലുകൾ മെല്ലെ ചലിപ്പിച്ച് ഇളക്കി. പിന്നെ കണ്ണുകൾ തുറന്നു. അപ്പോഴേക്കും കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങളെല്ലാം തന്നെ കരിഞ്ഞ് ആരോഗ്യവാനായി കാണപ്പെട്ടു. അവൻ തന്റെ ചുറ്റുപാടും നിന്നവരെ ഒന്ന് കണ്ണോടിച്ചു. അത് കണ്ട് നിന്നവർ ആശ്ചര്യഭരിതരായി. അങ്ങനെ ഈ യോഗി എന്ത് ചെയ്യുകയാണ്? ഈ കുഞ്ഞിനെ ഒന്ന് തലോടുകയാണ്. അങ്ങനെ കുഞ്ഞിനെ തലോടുമ്പോൾ കുഞ്ഞിന്റെ കൈകാലുകളൊക്കെ ചലിക്കുകയാണ്, കണ്ണുകളൊക്കെ തുറക്കുകയാണ്. അങ്ങനെ കുഞ്ഞിന്റെ മുറിവുകൾ, ആ ശരീരത്തിലുണ്ടായിരുന്ന വ്രണങ്ങളൊക്കെ ഉണങ്ങുകയാണ്. അങ്ങനെ കുഞ്ഞ് വീണ്ടും പൂർണ്ണ ആരോഗ്യവാനോടെ തിരിച്ചു വരികയാണ്, ജീവിക്കുകയാണ്. അങ്ങനെ ഈ കുഞ്ഞ് വീണ്ടും ജീവിച്ചത് കണ്ടതുകൊണ്ട് തന്നെ അവിടെ അടുത്ത് നിൽക്കുന്നവരെല്ലാം അതിൽ ആശ്ചര്യഭരിതരാവുകയാണ്. സന്തുഷ്ടയായ മാതാവ് അവനെ വാരിയെടുത്ത് ആലിംഗനം ചെയ്തു. ഉടൻ തന്നെ ആ ശിവയോഗി രാജപത്നിയുടെ ശരീരത്തിലും ഭസ്മമിട്ടു. അതോടെ സുഭഗയും രോഗവിമുക്തയായി. അത്ഭുത പരതന്ത്രയായ ആ സുന്ദരി ശിവയോഗിയെ ഭക്ത്യാദരപൂർവം സാഷ്ടാംഗം പ്രണമിച്ചു. അദ്ദേഹം അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ സുമുഖി, നീ അനേകകാലം സുഖമായി ജീവിക്കുന്നതാണ്. ഇനി മേലിൽ നിനക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല. ഇനിയുള്ള ജീവിതത്തിൽ എല്ലാവിധ സുഖം അനുഭവിക്കുവാനുള്ള യോഗവും നിനക്കുണ്ടാകും. നിന്റെ ഈ പുത്രൻ രാജാവായി തീരുന്നതാണ്. ഇവന്റെ ഭദ്രായുസ്
എന്ന പേരിൽ ഇവൻ ഭദ്രായുസ് എന്ന പേരിൽ വളരെ പ്രസിദ്ധനായിത്തീരും. നീ ഇന്നു മുതൽ വൈശ്യപ്രമുഖന്റെ സംരക്ഷണത്തിൽ കഴിയുക. നിന്റെ മകന് കഴിവും പ്രാപ്തിയും ഉണ്ടാകുന്നതുവരെ നീ ഇവിടെ ജീവിക്കണം. ഇപ്രകാരം പറഞ്ഞ ശേഷം മഹാനായ ശിവയോഗി അവിടെ നിന്നും നടന്നു മറഞ്ഞു. യോഗിവര്യന്റെ നിർദ്ദേശാനുസരണം അവൾ മകനോടൊത്ത് വൈശ്യന്റെ വീട്ടിൽ താമസിച്ചു. നളന്റെ പൗത്രനായിരുന്ന ചന്ദ്രാംഗതന്റെയും സീമന്തിനിയുടെയും പുത്രിയായി പിംഗല എന്ന ഗണിക ജന്മമെടുത്തു. ആ സമയത്ത് ഋഷഭയോഗി രാജമന്ദിരത്തിലെത്തി. ആ കുട്ടിക്ക് ശുശ്രൂഷകളും സംരക്ഷണവും നൽകി. അങ്ങനെ ഈ സുഭഗയും കുഞ്ഞിനെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ യോഗി പോവുകയാണ്. എന്നിട്ട് യോഗി പറയുകയാണ്, ഇവൻ ഭദ്ര എന്താണ് ഇവനൊരു പേര് കൊടുക്കുകയാണ്, ഭദ്രായുസ്. ഇവൻ ഭദ്രായുസ് എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കും. ഇവനൊരു വരും കാലത്ത് ഇവനൊരു രാജാവായിട്ട് മാറുന്നതായിരിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ വൈശ്യന്റെ വീട്ടിൽ തന്നെ താമസിക്കുക. ഈ വൈശ്യപ്രമുഖന്റെ സംരക്ഷണത്തിൽ ഇവിടെ നിങ്ങൾ താമസിക്കാനായിട്ട് പറയുകയാണ്. അങ്ങനെ അവിടെ താമസിക്കുകയാണ്. നളന്റെ പൗത്രനായിരുന്ന ചന്ദ്രാംഗതന്റെയും സീമന്തിനിയുടെയും പുത്രിയായി പിംഗല എന്ന ഗണിക അതിനുശേഷം ജന്മം എടുക്കുകയാണ്. ആ സമയത്ത് ഋഷഭയോഗി രാജമന്ദിരത്തിലെത്തി ആ കുട്ടിക്ക് ശുശ്രൂഷകളും സംരക്ഷണവും നൽകി. ചന്ദ്രാംഗതൻ തന്റെ വാത്സല്യനിധിയായ പുത്രിക്ക് കീർത്തിമാലിനി എന്ന് നാമകരണം ചെയ്തു. അവൾ യൗവനയുക്തയായതോടെ അതിസുന്ദരിയായി തീർന്നു. അഭൗമമായ അവളുടെ ആകാരവടിവും ഇടതൂർന്ന ചിഗുരഭാരവും വശ്യമാധുര്യവും ഓളം തല്ലുന്ന നീണ്ടിടപ്പെട്ട നയനങ്ങളും ഉയർന്നു നീണ്ട നാസികയും കുന്നിക്കുരുവിന്റെ മനോഹാരിത സ്ഫുരിക്കുന്ന ദന്തങ്ങളും അരയന്നപ്പിടയുടെ ചേലത്ത് നടത്തവും ഏതൊരാളിലും മതിപ്പ് തോന്നിക്കാൻ പര്യാപ്തമായിരുന്നു. സൽഗുണ സമ്പന്നയും സുശീലയുമായി അവൾ വളർന്നു വന്നു. അവളുടെ മധുരമായ സംഭാഷണവും വശ്യതയാർന്ന പെരുമാറ്റവും എല്ലാവരിലും ആദരവുണർത്തി. ചന്ദ്രബിംബം പോലെ സുന്ദരമായ ആ താരുണ്യ തിടമ്പിന്റെ വദന പത്മം രാജകുമാരന്മാരുടെ ഹൃദയങ്ങളിൽ പ്രണയപുഷ്പങ്ങൾ വിടർത്താൻ തക്ക വശ്യതയാർന്നതായിരുന്നു. അവളുടെ സുസ്മേര വദനത്തെ ഒരു ദർശന സൗഭാഗ്യമായി യുവാക്കൾ കരുതി. ഭദ്രായുസ് എന്ന ബാലകൻ വൈശ്യപ്രമുഖന്റെ ഗൃഹത്തിൽ ആരോഗ്യവാനായി വളർന്നു. വൈശ്യന്റെ പുത്രനോടൊപ്പം അവൻ കളിച്ചും പഠിച്ചും വളർന്നു. 5 വയസ്സ് പ്രായമായപ്പോഴേക്കും ആചാരവിധിപ്രകാരം ഉപനയനം നടത്തി. തുടർന്ന് വിദ്വാൻമാരായ ബ്രാഹ്മണരെ വരുത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു. വൈശ്യന്റെ മകനും ഭദ്രായുസും വളരെ വേഗം ഗുരുക്കന്മാർ പഠിപ്പിച്ചതെല്ലാം ഹൃദ്യസ്ഥമാക്കി. ബുദ്ധി സാമർഥ്യത്തിലും വിരുദു കാട്ടിയിരുന്നതിനാൽ തേരോട്ടം, കുതിരസവാരി, ഗജരാജന്റെ പുറത്തിരുന്നു കൊണ്ട് യുദ്ധം ചെയ്യൽ, മറ്റുള്ള യുദ്ധതന്ത്രങ്ങൾ തുടങ്ങിയവ അവരെ അഭ്യസിപ്പിച്ചു. എല്ലാത്തിലും കുമാരന്മാർ അവരുടെ ജന്മസിദ്ധമായ വൈഭവം തെളിയിച്ചു. അങ്ങനെ ജീവിച്ചു പോരവേ ഋഷഭൻ എന്ന ശിവയോഗി അവിടെ വന്നു ചേർന്നു. അദ്ദേഹം ഭദ്രായുസിനോട് പറഞ്ഞു, കുമാര, എന്റെ അടുത്തേക്ക് വരൂ. ഞാൻ ആരാണെന്ന് കുമാരന് മനസ്സിലായോ? അതീവ സുന്ദരനായ ഹേ രാജപുത്ര, ഞാനാണ് നിനക്ക് ജീവൻ നൽകിയ യോഗി. രോഗബാധിതനായി മരിച്ച നിന്റെ മാതാവിനെ ദുഃഖത്തിൽ നിന്നും മുക്തയാക്കാൻ വേണ്ടിയാണ് ഞാൻ നിനക്ക് ജീവൻ പ്രദാനം ചെയ്തത്. പരബ്രഹ്മ സ്വരൂപനായ ശ്രീ പരമേശ്വരന്റെ അപാരമായ കൃപ കൊണ്ട് മാത്രമാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഈ ഭദ്രായുസും അതുപോലെ തന്നെ ഈ പറയുന്ന കീർത്തിമാലിനി എന്ന് പറയുന്ന കുട്ടിയും തന്നെ വളരെയധികം സന്തോഷത്തോടുകൂടി അവിടെ ആ കൊട്ടാരത്തിൽ ജീവിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ യോഗിവര്യൻ അവിടെ വരികയാണ്. അപ്പം ഈ യോഗിവര്യനെ കണ്ട ഉടനെ തന്നെ ഈ ഭദ്രായുസ് ഓടി യോഗിവര്യന്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ യോഗിവര്യൻ ഭദ്രായുസിനോട് പറയുകയാണ്, ശ്രീ പരമേശ്വരന്റെ കാരുണ്യാതിരകത്താലാണ് മരണത്തിലേക്ക് പോയ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ പരമശിവനെ പ്രാർത്ഥിക്കണമെന്നും ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്നും ഈ ഭദ്രായുസിനോട് യോഗിവര്യൻ പറയുകയാണ്. ശിവയോഗിയുടെ വാക്കുകൾ കേട്ട രാജകുമാരൻ ആ യോഗീശ്വരന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പിന്നീട് എഴുന്നേറ്റ ശേഷം അഞ്ജലിബന്ധനായി അദ്ദേഹത്തിന്റെ അരികത്തു തന്നെ നിലകൊണ്ടു. ആ മഹായോഗീന്ദ്രനോടുള്ള ഭക്തിയാൽ നയനങ്ങളിൽ നിന്നും ബാഷ്പകണങ്ങൾ അടർന്നു വീണു. രാജ്ഞിയുടെ വിനയാന്വിതമായ അപേക്ഷ പ്രകാരം കാരുണ്യക്കടലായ ആ യോഗിവര്യൻ കുമാരന് വേണ്ട സാത്വികോപദേശം നൽകി. ഹേ രാജകുമാര, നീ ഒരിക്കലും അസത്യം പറയരുത്. സത്യം പരിപാലിക്കുക എന്നത് പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ സദാശിവന് പ്രീതി ഉണ്ടാക്കുന്നതാണ്. ബ്രഹ്മം എന്നത് സത്യം തന്നെയാണെന്ന കാര്യം ഒരിക്കലും മറന്നു പോകരുത്. സത്യത്തിലാണ് ഭൂമിയും സാഗരവും ചന്ദ്രന്മാരും താരഗണങ്ങളും നിലകൊള്ളുന്നത്. അതിനാൽ സത്യത്തെക്കാൾ മഹത്തരമായി ഈ അണ്ടകടാഹങ്ങളിൽ മറ്റൊന്നും തന്നെയില്ല.
മനസ്സിനെ പരിശുദ്ധമായ ഒരു ശ്രീകോവിലായി കരുതി അവിടെ ശ്രീ പരമേശ്വരന്റെ സുന്ദര രൂപത്തെ കുടിയിരുത്തണം. അതിനാൽ അഹങ്കാരം അല്പം പോലും പാടില്ല. എല്ലാവിധ പാപങ്ങളിൽ നിന്നും നീ ഒഴിഞ്ഞു നിൽക്കണം. ശത്രുക്കൾ ആരായാലും അവരോട് തോൽക്കാൻ ഇടവരരുത്. ഒരു കാര്യത്തിലും അധർമ്മം പാലിക്കരുത്. കുറ്റം ചെയ്യാത്ത നിരപരാധികളെ യാതൊരു സന്ദർഭത്തിലും ശിക്ഷിക്കരുത്. അവരെ ശിക്ഷിച്ചാൽ അത് പാപപങ്കിലമായ ജീവിതമാകും. മനസ്സിൽ ഒരു വിധത്തിലുമുള്ള കളങ്കവും പാടില്ലാത്തതാണ്. സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സ്നേഹാദരങ്ങളോടൊപ്പം ഗൗരവവും ഉണ്ടായിരിക്കണം. സാധുക്കളോട് വളരെ കാരുണ്യത്തോടെ വേണം പെരുമാറേണ്ടത്. ശത്രുവിനോട് ഒരിക്കലും തമാശ പറയുവാൻ മുതിരരുത്. മനസ്സിൽ നിന്നും ഏത് സന്ദർഭത്തിലായാലും ധൈര്യം ചോർന്നു പോകാൻ പാടില്ല. ഒരാളെയും വഞ്ചിക്കരുത്. കാമവും ക്രോധവും കൊടിയ ശത്രുക്കളായതിനാൽ അവയെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. എത്ര സുന്ദരിയായ സ്ത്രീയായാലും ഒരിക്കലും അവൾക്ക് വശംവദനാകരുത്. ഗുരുക്കന്മാരെ സാക്ഷാൽ ഈശ്വര തുല്യമായി കരുതണം. അതുകൊണ്ട് അവരുടെ വാക്കുകളിൽ അവിശ്വസിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യരുത്. അന്യന്റെ ധനം അപഹരിക്കുവാനുള്ള ആഗ്രഹം ഒരിക്കലും ഉണ്ടാകരുത്. സുഖാനുഭവങ്ങളിൽ ആശ വച്ചുകൊണ്ടുള്ള ജീവിതം ശോഭനീയമായിരിക്കില്ല. ഈശ്വര ഭക്തന്മാരിലും ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ശിവയോഗിയുടെ വാക്കുകൾ കേട്ടുനിന്ന കുമാരന്റെ വദനാരവിന്ദം വിടർന്നു. യോഗവര്യന്റെ ആധ്യാത്മിക പ്രഭാഷണം തന്റെ ജീവിത നൗകയെ സത്യധർമ്മങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുമെന്ന വിശ്വാസം അവന്റെ അകതാരിൽ നാമ്പിട്ടു. കരുണയോട് നോക്കിയിരുന്ന ഋഷഭയോഗി വീണ്ടും പ്രഭാഷണത്തിൽ ഏർപ്പെട്ടു. ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചായിരിക്കണം രാജാവ് ഭരണം നടത്തേണ്ടത്. സമ്പത്ത് ദാനം ചെയ്യണം. പ്രജകൾ പട്ടിണി കിടക്കുമ്പോൾ രാജാവ് സുഖിച്ചു ജീവിക്കുന്നത് ധർമ്മമാവില്ല. ഒരു രാജാവ് അധികം സംസാരിക്കരുത്. ചൂതുകളി, ചതുരംഗം, നായാട്ട്, മദ്യപാനം എന്നീ വിനോദങ്ങൾ രാജാവിന് ഭൂഷണമല്ല. പിന്നീട് അതിനുശേഷം രാജാവിന്റെ ഗുണങ്ങൾ പറയണം. അപ്പം എന്താണ് പറയുന്നത്? സത്യം, അതായത് ഭഗവാൻ പരമേശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. നമ്മളെപ്പോഴും സത്യം കൈവിടാൻ പാടില്ല. സത്യത്തിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അതുപോലെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അധാർമികമായിട്ടുള്ള രീതിയിൽ നമ്മൾ സഞ്ചരിക്കാതിരിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ സ്വത്ത് വകകൾ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടൊന്നും പിടിച്ചു വാങ്ങാതിരിക്കുക, അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചിട്ട്, എന്നിട്ട് പറയുകയാണ്, ജനങ്ങളുടെ അഭിലാഷം അനുസരിച്ചിട്ടായിരിക്കണം ഒരു രാജാവ് രാജ്യഭരണം നടത്തേണ്ടത്. സമ്പത്ത് രാജാവ് എല്ലാവർക്കും ദാനം ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രജകൾ പട്ടിണി കിടക്കുന്ന സമയത്ത് രാജാവ് സുഖിച്ച് ജീവിക്കുന്നത് അധാർമികമാണ്. പക്ഷെ ഇപ്പൊ ആണോ നടക്കുന്നത്? അല്ലല്ലോ. അപ്പം അതാണ് പറയുന്നത്, ജനങ്ങൾ പട്ടിണി കിടക്കുന്ന സമയത്ത് രാജാവ് സുഖിച്ച് ജീവിക്കാൻ പാടില്ല. ഒരു രാജാവ് അധികം സംസാരിക്കരുത്. ഒരു രാജാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാൻ പാടില്ല. അതുപോലെ ചൂതുകളി, ചതുരംഗം, നായാട്ട്, മദ്യപാനം എന്നീ വിനോദങ്ങൾ രാജാവിന് ഭൂഷണമല്ല. രാത്രിയും പകലും വിജനമായ ദിക്കിൽ രാജാവ് ഇരിക്കാൻ പാടില്ലാത്തതാണ്. രാത്രിയും പകലും ഒന്നും വിജനമായിട്ടുള്ള സ്ഥലത്ത്, ആരുമില്ലാത്ത സ്ഥലത്ത് രാജാവ് ഇരിക്കാൻ പാടില്ലാത്തതാണ്. പാർവതീകാന്തനായ ശ്രീ പരമേശ്വരനെ സദാ മനസ്സിൽ സ്മരിക്കണം. പാർവതീകാന്തനായിട്ടുള്ള ശ്രീ പരമേശ്വരനെ സദാ ആ രാജാവ് മനസ്സിൽ സ്മരിക്കേണ്ടതാണ്. ആ വിശ്വനാഥന്റെ തിരുനാമം എപ്പോഴും നാവിൻ തുമ്പിൽ വിളയാടണം. നിത്യവും പ്രഭാതത്തോടെ എഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾക്കു ശേഷം പൂജാമുറിയിലിരുന്ന് ശ്രീ ശങ്കരനെയും ജഗദീശ്വരിയായ ഭവാനി ദേവിയെയും ആരാധിക്കണം. വിവിധ പുണ്യമാർഗങ്ങളിലൂടെ വന്നു ചേർന്ന കീർത്തി കൊണ്ട് ത്രിലോകങ്ങളിലും അതിന്റെ മഹിമ പരത്തി ഈശ്വരാനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ പടിയിലെത്തണം. കാലം, ദേശം, സ്ഥിതിഗതി ഇവയെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. ധനശേഷി അനുസരിച്ച് നിത്യവും അന്നദാനം നടത്തണം. വസ്ത്രം, സ്വർണം തുടങ്ങിയ ദ്രവ്യങ്ങളും പൂജനീയരായവർക്ക് ദക്ഷിണയും കഴിവിനനുസരിച്ച് ചെയ്യണം. കുമാര, ഒരു രാജാവിനെ ആശ്രയിച്ച് വരുന്നവരെ നിശ്ചയമായും സംരക്ഷിക്കേണ്ടതാണ്. ഈ പറഞ്ഞതിലെല്ലാം വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് പരമേശ്വരനെ പൂജിക്കുക എന്നതാണ് എന്ന് എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കണം. അപ്പം ഈ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്താണ്? ശ്രീ പരമേശ്വരനെ എപ്പോഴും പൂജിക്കുക എന്നുള്ളതാണ്. ഇപ്രകാരം നിർദ്ദേശിച്ച ശേഷം ശിവയോഗി ഭദ്രായുസിന് ശിവകവചം ഉപദേശിച്ചു കൊടുത്തു. ഇത്രയും ഉപദേശിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ്? യോഗി ഭദ്രായുസിന് ശിവകവചം ഉപദേശിച്ചു കൊടുക്കുകയാണ്. കൂടാതെ ചന്ദ്രപ്രഭയെ വെല്ലുന്ന ശംഖ് കൊണ്ട് തീർത്ത ഒരു വാളും സമ്മാനമായി നൽകി. അത് മാത്രമല്ല, ചന്ദ്രപ്രഭയെ വെല്ലുന്ന ശംഖ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വാളും സമ്മാനമായിട്ട് നൽകുകയാണ്.
അനന്തരം ഭസ്മം ജപിച്ചിട്ട് ബലവാന്മാരായ 3000 ഭടന്മാരെയും സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഹേ രാജകുമാര, നിന്റെ ശംഖനാദം കേട്ടാൽ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന യോദ്ധാക്കൾ ബോധം കെട്ട് വീഴും. നാം നിനക്ക് സമ്മാനിച്ച വാളു കണ്ടാൽ ശത്രുക്കൾ ഭസ്മമായി തീരും. കൂടാതെ നിനക്ക് എല്ലാവിധ വംശാദി ബുദ്ധിയും സൈന്യശക്തിയും ജനപ്രീതിയും ധാരാളം സമ്പത്തും ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവയെല്ലാം തന്നെ ജഗദീശ്വരന്റെ അപാരമായ കൃപ കൊണ്ടാണ് വന്നു ചേർന്നതെന്ന പരമാർത്ഥം നീ അറിഞ്ഞ് ശിവാരാധന നടത്തിക്കൊള്ളണം. ഇപ്രകാരം പ്രവചിച്ച് ഭദ്രായുസിനെ അനുഗ്രഹിച്ച ശേഷം ശിവയോഗി യാത്രയായി. ഭദ്രായുസിന് തന്റെ ജന്മം ധന്യമായതായി അനുഭവപ്പെട്ടു. അക്കാലത്ത് ദശാർണ രാജാവായ വജ്രബാഹുവിനെ ശത്രുക്കൾ ആക്രമിക്കുകയും യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ മുഴുവനും കൈയടക്കുകയും ചെയ്തു. വ്യാപാര കേന്ദ്രങ്ങൾ ശത്രു സൈന്യം കൊള്ളയടിച്ചു. സുന്ദരികളായ തരുണീമണികളെ ബലാത്കാരമായി പിടിച്ചുകൊണ്ടുപോയി. കൊട്ടാരങ്ങളും ഉയർന്ന ഗോപുരങ്ങളും അവർ കൈയടക്കി. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞ വജ്രബാഹു സൈന്യസമേതം വന്ന് ശത്രുക്കളോട് ഏറ്റുമുട്ടി. ഉഗ്രമായ യുദ്ധത്തിൽ അവശനായി തീർന്ന വജ്രബാഹു പരാജിതനായി. പിന്തിരിയാൻ ഒരുങ്ങിയപ്പോൾ മഗധ രാജാവ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ബന്ധനസ്ഥനാക്കി. ഒപ്പം അദ്ദേഹത്തിന്റെ ധർമ്മപത്നിമാരെയും തന്റെ രാജ്യത്തേക്ക് കൊണ്ടുപോയി തുറങ്കിലടച്ചു. ദശാർണ രാജാവിനെ ശത്രുക്കൾ ആക്രമിച്ച് കീഴടക്കിയ വിവരം ഭദ്രായുസ് അറിഞ്ഞു. ഉടൻ തന്നെ ആത്മമിത്രമായ വൈശ്യപുത്രനോടൊപ്പം ദശാർണന്റെ കൊട്ടാരത്തിലെത്തി. ശത്രുക്കളുടെ മനസ്സിനെ കിടിലം കൊള്ളിക്കുന്ന ശംഖും വാളും എടുത്തുകൊണ്ട് അവർ നഗരത്തിലെത്തി. മഗധ രാജാവ് കാണിച്ച കൊടിയ വഞ്ചനയ്ക്ക് പകരം വീട്ടണമെന്ന നിശ്ചയത്തോടെ ഭദ്രായുസ് അയാളെ പോരിന് വിളിച്ചു. ആ പോർവിളി സ്വീകരിച്ചുകൊണ്ട് മഗധ രാജാവ് യുദ്ധത്തിന് വന്നു. വൈശ്യേന്ദ്രപുത്രൻ തേരാളിയായി. യുദ്ധം അത്യന്തം ഭീകരവും ഭയാനകവുമായി മാറി. ഭദ്രായുസിന്റെ അസ്ത്രങ്ങൾക്കു നേരെ പൊരുതി നിൽക്കാൻ കെൽപ്പില്ലാതായ മഗധ രാജാവ് തിരിഞ്ഞോടി. രാജകുമാരൻ ശിവയോഗി അനുഗ്രഹിച്ചു നൽകിയ വാളെടുത്ത് പടവെട്ടി തുടങ്ങിയപ്പോൾ മഗധ രാജാവിന്റെ സൈന്യത്തിൽപ്പെട്ട അനേകം പേർ മരിച്ചു വീണു. ശേഷിച്ചവർ ജീവനും കൊണ്ടോടി. അതോടെ കുമാരൻ വിജയശ്രീയിൽ ആളുന്നതിനായി ശംഖനാദം മുഴക്കി. അനന്തരം തന്റെ പിതാവിനെയും അമ്മമാരെയും തടവറയിൽ നിന്നും മോചിപ്പിച്ചു. മഗധ രാജാവിനെയും മന്ത്രിമാരെയും ബന്ധനസ്ഥരാക്കി ശേഷിച്ച സൈന്യത്തെ മുഴുവനും ദശാർണ രാജ്യത്തേക്ക് കൊണ്ടുപോയി. ഭദ്രായുസ് തന്റെ പിതാവിനെ രാജസിംഹാസനത്തിൽ വാഴിച്ചു. പട്ടണം ഇന്ദ്രപുരിക്ക് തുല്യം ആകർഷകമാക്കി. അതിനുശേഷം ബഹുമാനങ്ങളോടെ അദ്ദേഹം ശിവകവചം ജപിച്ചു. പിന്നെ ശിവാരാധനയും നടത്തുകയും പിന്നെ ഭദ്രായുസ് തന്റെ പിതാവിനെ നമസ്കരിച്ചു. ഭദ്രായുസിന്റെ ഇത്തരം പ്രവർത്തികൾ കണ്ട ജനങ്ങൾ അത്ഭുത പരതന്ത്രരായി. അദ്ദേഹം ഇന്ദ്രനോ വൈകുണ്ഠനാഥനായ ശ്രീഹരിയോ ആയിരിക്കുമെന്നവർ കരുതി. വജ്രബാഹു സ്നേഹാധിക്യത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ വജ്രബാഹുവിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. യുദ്ധമൊക്കെ നടന്നു. അതിനിടയിൽ തന്നെ ഒരു വലിയ യുദ്ധം ഒക്കെ നടക്കുകയാണ്. ഈ യുദ്ധത്തിൽ തന്നെ ഭദ്രായുസ് വിജയിക്കുകയാണ്. അതിനുശേഷം ശിവകവചം ജപിക്കുകയും ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സമർത്ഥനായ അപ്പൊ വജ്രബാഹു സ്നേഹാധിക്യത്തോടെ ഭദ്രായുസിനോട് പറയുകയാണ്, സമർത്ഥനായ രാജകുമാര, അങ്ങ് ആരാണെന്ന് നമുക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ശത്രുക്കളുടെ പീഡനത്തിനിരയായ എന്നെ മോചിപ്പിച്ച് വീണ്ടും രാജാവാക്കി വാഴിച്ചു. എന്തിനു വേണ്ടിയാണ് അങ്ങ് ഇത്തരം ഒരു ഉപകാരം ചെയ്തത്? ഇതെല്ലാം അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു. അങ്ങ് ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ ഞാൻ അശക്തനാണ്. അതുല്യമായ യുദ്ധപാടവം അങ്ങേക്കുണ്ട്. അങ്ങയെ മുമ്പൊരിക്കലും നാം കണ്ടതായി ഓർക്കുന്നില്ല. ഒരു ദൈവദൂതനെ പോലെ ഇവിടെ വന്ന് എന്നെ രക്ഷിച്ച അങ്ങ് ആരാണെന്ന് വ്യക്തമാക്കാൻ ദയവുണ്ടാവണം. അപ്പോൾ വജ്രബാഹുവിനെയാണല്ലോ രക്ഷിക്കുന്നത്. വജ്രബാഹുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തന്നെ ഭദ്രായുസ് ചെയ്യുന്നത്. അപ്പൊ ഈ വജ്രബാഹു ഭദ്രായുസിനോട് പറയുകയാണ്, നീ ആരാണ്? നീ എന്തിനാണ് എന്നെ ഈ യുദ്ധത്തിൽ നിന്ന് വിജയിപ്പിച്ചത്? എന്റെ രാജ്യമൊക്കെ നീ എനിക്ക് തിരിച്ചു തന്ന് എന്നെ ഇവിടുത്തെ രാജാവാക്കി നീ വാഴിച്ചത് എന്തിനു വേണ്ടിയാണ് എന്ന് വജ്രബാഹുവിനോട് വജ്രബാഹു രാജാവ് ഭദ്രായുസിനോട് ചോദിക്കുകയാണ്. പിതാവായ വജ്രബാഹുവിന്റെ ജിജ്ഞാസഭരിതമായ ചോദ്യം കേട്ട ഭദ്രായുസ് പറഞ്ഞു, ഈ നിൽക്കുന്നത് വ്യവസായ പ്രമുഖനായ വൈശ്യന്റെ പുത്രനാണ്. എന്റെ സുഹൃത്താണ്. ഇദ്ദേഹം സൽഗുണ സമ്പന്നനാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് കാണിച്ച മഹാമനസ്കത കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. ഇപ്പോഴും ഞാൻ ഇവരുടെ സംരക്ഷണതയിലാണ്. ബാക്കിയുള്ള കഥാഭാഗം വ്യക്തമാക്കാൻ ഈ അവസരത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അത്യാവശ്യമായി ഞങ്ങൾക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഞാൻ പോയി മഗധനെയും കൂട്ടരെയും മോചിപ്പിച്ചിട്ട് മടങ്ങി വരാം. ഇപ്രകാരം പ്രസ്താവിച്ചിട്ട് രാജാവിനെ ഭക്തി പുരസരം വണങ്ങിയിട്ട് ഭദ്രായുസും സ്നേഹിതനും സന്തോഷത്തോടെ സ്വവസതിയിലേക്ക് പോയി. അവിടെ എത്തിയ കുമാരന്മാർ വൈശ്യപ്രഭുവിനോടും മാതാവായ സുബയ്യയോടും നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. പുത്രന്റെ പരാക്രമത്തെയും യുദ്ധപാടവത്തെയും കുറിച്ച് കേട്ടറിഞ്ഞ ആ ജനനി
ശിവയോഗിയെ മനസ്സിൽ സ്മരിച്ചു. മാത്രമല്ല രോഗാവസ്ഥയിൽ വനമധ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പുത്രൻ തന്നെ പിതാവിനെ രക്ഷിച്ചുവെന്നറിഞ്ഞതിൽ സന്തോഷിക്കുകയും ചെയ്തു. അപ്പോ ഈ വജ്രബാഹുവിന്റെ പുത്രനാണല്ലോ ഭദ്രായുസ്. തന്റെ അച്ഛൻ തന്റെ അമ്മയെയും തന്നെയും വനത്തിലേക്ക് വലിച്ചെറിഞ്ഞുവെങ്കിലും അവസാനം വജ്രബാഹുവിനൊരു ആവശ്യം വന്നപ്പോൾ മകനായിട്ടുള്ള ഭദ്രായുസ് തന്നെ വന്നിട്ട് വജ്രബാഹുവിനെ രക്ഷിക്കുകയാണല്ലേ. പക്ഷെ എന്നിട്ടും വജ്രബാഹുവിനോട് ഭദ്രായുസ് പറയുന്നില്ല, ഇത് താങ്കൾ എൻ്റെ അച്ഛനാണെന്നും താങ്കൾ എന്നെ അമ്മയെ ഉപേക്ഷിച്ചതാണെന്നും ഉള്ള കാര്യം പോലും ഈ ഭദ്രായുസ് പറയുന്നില്ല. അങ്ങനെ ഭദ്രായുസും പടയാളികളും തിരിച്ചു കൊട്ടാരത്തിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ തൻ്റെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ അമ്മയും വളരെയധികം സന്തോഷിക്കുകയാണ്. മകൻ ഇത്രയും പാടവ്യമുള്ള ഒരാളാണോ എന്നുള്ള നിലയിൽ അമ്മ വളരെയധികം സന്തോഷിക്കുകയാണ്. എന്നിട്ട് സ്വന്തം അച്ഛൻ ഇങ്ങനെ അച്ഛനാൽ ഉപേക്ഷിക്കപ്പെട്ടവനാണെങ്കിലും അമ്മയും മകനെ ഉപേക്ഷിച്ചുവെങ്കിലും ആ അച്ഛനെ തന്നെ എൻ്റെ മകൻ സഹായിച്ചുവല്ലോ എന്ന് ഓർത്തിട്ട് ഈ അമ്മ വളരെയധികം ധന്യയാവുകയാണ്. വിശ്വശില്പിയായ ശ്രീ പരമേശ്വരൻ ലീലാവിലാസങ്ങൾ അത്ഭുതമാർന്ന വാർത്ത ഓർത്തു. ഭഗവാൻ ഓരോരുത്തർക്കും ഒരുക്കി വെക്കുന്ന വിധിയുടെ പങ്ക് ഏതൊക്കെ സന്ദർഭത്തിൽ ആർക്കൊക്കെ പ്രയോജനപ്പെടുന്നു എന്നത് മനുഷ്യചിന്തയുടെ സീമയ്ക്ക് അപ്പുറത്താണെന്ന് ആ മാതാവ് അറിഞ്ഞു. അല്പനേരം അവരുടെ മാനസത്തേര് ഭൂതകാല സംഭവങ്ങളുടെ കലവറയിലേക്ക് കടന്നു. ശ്രീ പരമേശ്വര, ജഗദീശ്വര, അവിടുന്ന് ചമയ്ക്കുന്ന ലീലകൾ അത്ഭുതം തന്നെ. ഒരു വയസ്സ് പോലും തികയാത്ത എൻ്റെ പുത്രനെയും എന്നെയും എത്ര നിർദ്ദയമായിട്ടാണ് എൻ്റെ ഭർത്താവ് ഘോരമൃഗ സഞ്ചയമുള്ള വനത്തിൽ ഉപേക്ഷിച്ചത്. എത്ര ഭീമത്സമായ രംഗങ്ങളാണ് ഞാൻ അനുഭവിച്ചത്. വിധി വൈപരീത്യം കൊണ്ടാണ് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നതെന്ന് ആശ്വസിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. എന്നാൽ മഹാപ്രഭുവായ അല്ലയോ ശ്രീശങ്കര, അവിടുത്തെ തിരുനാമത്തിന്റെ ശക്തി അപാരം തന്നെ. അന്ധകാരത്തിന്റെ അഗാധതയിൽ നിശ്ചലമായി കിടന്ന നിബിഡവനത്തിൽ ചോരക്കുഞ്ഞിനെയും കൈകളിൽ ഏന്തിക്കൊണ്ടും ഉറക്കെ വിലപിച്ചുകൊണ്ടും അലഞ്ഞു നടന്ന വേളയിൽ അവിടുത്തെ തിരുനാമം ജപിക്കുവാനും ആ പാദകമലങ്ങളെ സ്മരിക്കുവാനും ഇടവന്നത് മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെ. വിശ്വേശ്വര, ഭയാകമ്പിതമായ മനസ്സോടെ അങ്ങയുടെ പുണ്യസമ്പർദ്ധകമായ നാമം ജപിച്ചതുമൂലം എനിക്കും എൻ്റെ കുഞ്ഞിനും വന്നു ചേർന്നത് എത്ര വലിയ ഭാഗ്യമാണ്. മരണവക്ത്രത്തിലേക്ക് എടുത്തെറിയപ്പെട്ട എൻ്റെ പുത്രന് പുനർജീവൻ നൽകുവാനും മഹത്തായ വരപ്രസാദം നൽകി അനുഗ്രഹിക്കുവാനും ഒരു യോഗിയുടെ വേഷത്തിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന അവിടുത്തെ മഹാകാരുണ്യത്തെ വാഴ്ത്താൻ ഈ ദാസിക്ക് വാക്കുകൾ പോരാ. പാർവതി വല്ലഭനായ ശ്രീ ശങ്കര, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടുത്തെ പാദപത്മങ്ങളെ സ്മരിക്കാൻ ഈ ദാസിക്ക് ഇടവന്നതിൽ ഞാൻ ധന്യയാണ്. അപ്പൊ അവിടെ ശിവഭഗവാന് തന്നെയാണ് ഈ സുഭഗ പ്രാർത്ഥിക്കുന്നത്. അങ്ങയെ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ മകനും എനിക്ക് എന്തുമാത്രം സൗഭാഗ്യങ്ങളാണ് ഉണ്ടായത്. മരണത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട എൻ്റെ മകനെയും എന്നെയും അങ്ങയുടെ സംരക്ഷണം, അങ്ങയുടെ നാമം ജപിച്ചതോടുകൂടി ഞങ്ങൾക്ക് ആ സംരക്ഷണം ഉണ്ടാവുകയാണ്. ഞങ്ങളുടെ എന്തെങ്കിലും കർമ്മദോഷ ഫലങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം അതോടുകൂടി മാറിപ്പോയി. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടായി ഭഗവാനെ. അതുകൊണ്ട് ഭഗവാൻ എത്ര ധന്യനാണ്, ഭഗവാൻ എത്ര ഉയരത്തിലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി എന്ന് ഇവിടെ പറയുകയാണ്. ഈ അവസരത്തിൽ ഋഷഭൻ എന്ന യോഗി നിഷിത രാജധാനിയിൽ സാന്നിധ്യം കൊണ്ടു. അദ്ദേഹം നള മഹാരാജാവിന്റെ പൗത്രനോട് പറഞ്ഞു, ഹേ നിഷിത രാജാവേ, ഈ രാജ്യത്ത് അതീവ സുന്ദരനും അതിസമർത്ഥനും അത്യധികം വിദ്വാനുമായ ഒരു രാജകുമാരനുണ്ട്. അവൻ മാതാവിനോടൊത്ത് വൈശ്യപ്രഭുവിന്റെ വസതിയിലാണ് താമസിക്കുന്നത്. ഹേ ചന്ദ്രാംഗത രാജൻ, അങ്ങയുടെ പുത്രിക്ക് അവനേക്കാൾ യോഗ്യനായ മറ്റൊരു വരനില്ല. അതിനാൽ അങ്ങ് പുത്രിയെ അവന് പാണിഗ്രഹണം ചെയ്തു കൊടുക്കണം. ശിവഭക്തരിൽ അഗ്രസരനായ ശിവയോഗി ഭദ്രായുസിന്റെ പൂർവ്വചരിതം വിസ്തരിച്ചു കൊടുത്ത ശേഷം അവിടെ നിന്നും യാത്രയായി. ബുദ്ധിമാനായ ചന്ദ്രാംഗത രാജാവ് ഉടൻ തന്നെ ഒരു ദൂതനെ വൈശ്യമന്ദിരത്തിലേക്ക് അയച്ചു. ദൂതൻ വൈശ്യമന്ദിരത്തിലെത്തി ഇപ്രകാരം പറഞ്ഞു, 4 സമുദ്രങ്ങൾക്ക് മധ്യയുള്ള ഭൂമിയുടെ മുഴുവൻ അധീശനായ ചന്ദ്രാംഗത മഹാരാജാവ് ഒരു സന്ദേശം അറിയിച്ചിരിക്കുന്നു. അങ്ങ് ഞാൻ കൊണ്ടുവന്ന രഥത്തിൽ കയറി അവിടേക്ക് എഴുന്നള്ളണം. മഹാരാജാവ് അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ വളർത്തുപുത്രനായ ഭദ്രായുസും അദ്ദേഹത്തിന്റെ പുണ്യമാതാവും കൂടെ വരണം. ഇതാണ് മഹാരാജാവ് തിരുമനസിന്റെ സന്ദേശം. ചന്ദ്രാംഗത മഹാരാജാവിന്റെ സന്ദേശം അനുസരിച്ച് ഭദ്രായുസ് രാജസന്നിധിയിലെത്തി. മഹാരാജാവിന്റെ ആഗമനം അറിഞ്ഞ ഉടൻ ഭദ്രായുസ് ബഹുമാന പുരസ്സരം എഴുന്നേറ്റ് അദ്ദേഹത്തെ സ്മരിച്ചു. അദ്ദേഹത്തിന്റെ മാതാവിനെയും യഥോചിതം സ്വീകരിച്ചിരുത്തി. അദ്ദേഹത്തിന് പാരിതോഷികമായി പകിട്ടേറിയ ഒരു മന്ദിരം നൽകി. അദ്ദേഹം കാട്ടിയ മഹാമനസ്കതയെയും ചന്ദ്രാംഗതൻ പ്രശംസിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് വാണിഭങ്ങൾ തുടങ്ങുവാനുള്ള ഏർപ്പാടുകളും മഹാരാജാവ് ചെയ്തു കൊടുത്തു.
അതിനുശേഷം നിഷധ രാജാവ് കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചു. ബന്ധുമിത്രാദികളുടെ അനുവാദത്തോടുകൂടി ഒരു ശുഭമുഹൂർത്തത്തിൽ പുത്രിയെ ഭദ്രായുസിന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. നവദമ്പതികൾ അത്യധികം സന്തോഷത്തോടെ വസിച്ചു. അങ്ങനെ ഈ ഭദ്രായുസിന്റെ വിവാഹവും നടക്കുകയാണ്. ഒരു ദിവസം ചന്ദ്രാംഗതൻ ദശാർണ രാജാവിനെ ക്ഷണിച്ചു വരുത്തി സൽക്കരിച്ചു. പുത്രൻ ഭദ്രായുസ് പിതൃപാദങ്ങളിൽ നമസ്കരിച്ചു. വജ്രബാഹു ചന്ദ്രാംഗതനോട് പറഞ്ഞു, ഈ രാജകുമാരൻ അങ്ങയുടെ മകനായത് വലിയ ഭാഗ്യം തന്നെയാണ്. ഇവന്റെ കാരുണ്യം കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതും രാജ്യം ഭരിക്കുന്നതും. ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും രാജ്യം പിടിച്ചെടുത്തതും എനിക്ക് സിംഹാസനത്തിൽ ഇരിക്കുവാൻ വീണ്ടും അവസരമൊരുക്കിയതും ഇവന്റെ മിടുക്കും യുദ്ധപാഠവും കൊണ്ടാണ്. ഹേ നൈഷധ മഹാരാജാവേ, ഈ വിദ്വാന്റെ വംശം ഏതാണെന്നോ പേരെന്താണെന്നോ എനിക്കറിയില്ല. ഇവന്റെ പിതാവ് ഏത് രാജാവാണെന്നോ ഇവൻ ഇത്രത്തോളം സമർത്ഥനായത് എങ്ങനെയാണെന്നോ എനിക്കറിയില്ല. ഈ സർവഗുണ സമ്പന്നനായ യുവാവിന്റെ വംശചരിതം വെളിപ്പെടുത്തണം. വജ്രബാഹുവിന്റെ ജിജ്ഞാസഭരിതമായ വാക്കുകൾ കേട്ട ചന്ദ്രാംഗത മഹാരാജാവ് ഗൗരവത്തോടും അല്പം ഗൂഢമായും പറഞ്ഞു. അങ്ങനെ അതേസമയം ഈ വജ്രബാഹു അവിടേക്ക് വരികയാണ്. അപ്പൊ വജ്രബാഹുവിന് അറിയില്ലല്ലോ തന്റെ പുത്രൻ തന്നെയാണ് തന്നെ രക്ഷിച്ചതെന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ഈ വജ്രബാഹു വന്നിട്ട് അവിടുത്തെ രാജാവിനോട് ഇങ്ങനെ പറയുകയാണ്, എന്നെ രക്ഷിച്ച ഈ വിദ്വാനായിട്ടുള്ള ഈ അതിശക്തിശാലിയായിട്ടുള്ള ഈ പോരാളി ആരാണ്, ഇവന്റെ വംശം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ വജ്രബാഹുവിന്റെ ജിജ്ഞാസമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ചന്ദ്രാംഗത രാജാവ് അതിന് മറുപടി പറയുകയാണ്. ഇവൻ ഒരു വയസ്സ് പ്രായം തികയുന്നതിന് മുമ്പ് ഇവനെയും മാതാവിനോടൊപ്പം ആരോ അന്ധകാരം നിറഞ്ഞ കാനനത്തിൽ ഉപേക്ഷിച്ചു പോയി. ഇവന്റെയും മാതാവിന്റെയും ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ചികിത്സിച്ചിട്ട് ഭേദമാകാത്തതിനാലാണ് കാട്ടിൽ ഉപേക്ഷിച്ചത്. നിരാലംബയായി നിലവിളിക്കുകയായിരുന്ന ഇവന്റെ അമ്മ ജഗദീശ്വരനായ ശ്രീ പരമേശ്വരന്റെ തിരുനാമം ജപിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ വനത്തിലെ ക്രൂര മൃഗങ്ങളിൽ നിന്നും ഭഗവാന്റെ കൃപയാൽ അവർ ഒരു വൈശ്യപ്രമുഖന്റെ ഭവനത്തിൽ അഭയം നേടുകയും ചെയ്തു. അന്വേഷണത്തിൽ നിന്നും ഇവൻ അങ്ങയുടെ പുത്രനാണെന്നാണ് അദ്ദേഹം അറിഞ്ഞത്. അങ്ങനെ മഹാമനസ്കനായ ആ വൈശ്യപ്രമുഖൻ ഇവർക്ക് താമസിക്കാൻ ഭവനവും വസ്ത്രങ്ങളും ആഹാരാദികളും നൽകി. അദ്ദേഹത്തിന്റെ ധനം ചെലവഴിച്ചാണ് ഇവനെ വളർത്തിയതും വിദ്വാനാക്കിയതും. അങ്ങ് ഇവനെയും സ്നേഹനിധിയായ സുഭഗയെയും കൈവിടിഞ്ഞുവെങ്കിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവരോട് വളരെ കരുണ കാട്ടി. മരിച്ച ഇവനെ പുനരുജ്ജീവിപ്പിച്ചത് ഒരു ശിവയോഗിയായിരുന്നു. അദ്ദേഹത്തിന്റെ സാഗരത്തേക്കാൾ വലിപ്പമേറിയ കാരുണ്യാതിരേകം കൊണ്ടാണ് ഇവൻ സർവഗുണ സമ്പന്നനും ശിവഭക്തനുമായി തീർന്നത്. ത്രിലോകങ്ങളിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാന്മാരാണിവർ. ബ്രഹ്മം തന്നെയായ ശ്രീ ശങ്കരപ്രഭുവിന്റെ പ്രത്യേക അനുഗ്രഹം ലഭിച്ചതിനാലാണ് ഇവൻ അതിസമർത്ഥനും അദ്വിതീയനും സകലകലാ വല്ലഭനും ശാസ്ത്രജ്ഞാനിയുമായത്. ഇവന്റെ അതുല്യമായ കഴിവും പാണ്ഡിത്യവും കണ്ടിട്ടാണ് എന്റെ പുത്രിയെ സ്നേഹപൂർവ്വം പാണിഗ്രഹണം ചെയ്തു കൊടുത്തത്. ഹേ വജ്രബാഹു, ഈ നിൽക്കുന്ന ഭദ്രായുസ് അങ്ങയുടെ സ്വന്തം പുത്രനാണ്. നിഷധ രാജാവിന്റെ ലളിതമായ ഈ പ്രസ്താവന കേട്ട വജ്രബാഹു അപരാധബോധത്താൽ നമ്രശിരസ്കനായി തീർന്നു. അങ്ങനെ വജ്രബാഹുവിനോട് സത്യങ്ങളൊക്കെ ചന്ദ്രാംഗത രാജാവ് തുറന്നു പറയുകയാണ്. അപ്പം താൻ ഉപേക്ഷിച്ച തൻ്റെ അമ്മയും മകനും തൻ്റെ ഭാര്യയും മകനുമാണല്ലോ ഇതെന്നുള്ളത് അപ്പോഴാണ് ഈ ഈ വജ്രബാഹു മനസ്സിലാക്കുന്നത്. അങ്ങനെ വജ്രബാഹു ഇതെല്ലാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ വജ്രബാഹു എന്ത് ചെയ്യുകയാണ്, നമ്രശിരസ്കനായിട്ട് നിൽക്കുകയാണ്. കുറച്ചു നേരം നാവ് ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാം അത്ഭുതമായിരിക്കുന്നു. എന്റെ ദുരിതവും മഹാഭാഗ്യവുമാണ് ഇതെല്ലാം. ചന്ദ്രാംഗതൻ ഭദ്രായുസിനെ മാതാവായ സുഭഗയെ ആനയിച്ചു. പശ്ചാത്താപം നിമിത്തം വജ്രബാഹുവിന് ആ സാധ്യയുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല. സുഭഗയ്ക്ക് കൈവന്നിരിക്കുന്ന സൗന്ദര്യവും ആകാര സൗഷ്ഠവവും കണ്ട് വജ്രബാഹു അത്ഭുത പരതന്ത്രനായി. ചന്ദ്രാംഗതന്റെ അനുവാദത്തോടെ പത്നിയെയും പുത്രനെയും മരുമകളെയും കൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് മടങ്ങി. രാജ്യത്തെത്തിയ ശേഷം മഗധ രാജാവിനെയും മന്ത്രിമാരെയും തടവിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങനെ ഭദ്രായുസ് പത്നിയോടും മാതാപിതാക്കളോടുമൊപ്പം സസന്തോഷം വസിച്ചു പോന്നു. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, ഈ ഭദ്രായുസ് പത്നിയോടും മാതാപിതാക്കളോടൊപ്പം പോവുകയാണ്. എവിടേക്ക് പോവുകയാണ്? വജ്രാംഗതൻ തന്നെ അവരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവിടെ പോയി അവർ സുഖമായിട്ട് ജീവിക്കുകയാണ്. ആരൊക്കെയാണ്? ഭദ്രായുസ് പത്നിയോടൊപ്പം തൻ്റെ മാതാപിതാക്കളോട് കൂടെ സസന്തോഷം വസിച്ച് പോന്നു. ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഓം നമഃ ശിവായ. അപ്പൊ ഇതാണ് ഇന്നത്തെ ശിവപുരാണത്തിന്റെ ഭാഗം 60 എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണല്ലേ.
നമ്മൾ ഒരു സന്ദർഭത്തിൽ നമ്മൾ ചിലപ്പോൾ ചിലരെ നഷ്ടപ്പെടുത്തും, ഒരു കാര്യമില്ലാതെ ചിലരെ നഷ്ടപ്പെടുത്തും. ഞാനങ്ങനെ ആരെയും നഷ്ടപ്പെടുത്തിയിട്ടില്ല, പക്ഷേ എന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്, ഞാനതാണ് പറഞ്ഞത്. അപ്പം ചില സന്ദർഭത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ, അല്ലെങ്കിൽ പണം കുറഞ്ഞു പോയി എന്നുള്ളതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവർ ധനികരല്ല എന്നുള്ളതിൻ്റെ പേരിൽ അവരുടെ ക്വാളിറ്റീസ് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരുടെ നന്മ മനസ്സിലാക്കാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ചിലരെ ഉപേക്ഷിക്കും അല്ലേ. ഇതുപോലെ തന്നെയാണ് ഈ രാജാവിനും ഇവിടെ സംഭവിച്ചത്. തൻ്റെ ഭാര്യയ്ക്കും പുത്രനും വയ്യാതായൊരു സമയം വന്നപ്പോൾ ആ ഭാര്യയും പുത്രനെ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ ആ പുത്രൻ തന്നെ അവസാനം എന്ത് ചെയ്യുകയാണ്? രക്ഷപ്പെട്ട ആ പുത്രൻ തന്നെ അവസാനം ആ രാജാവിനെയും രാജ്യത്തെയും രക്ഷിക്കുകയാണ്, തൻ്റെ അച്ഛനെ രക്ഷിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെയായിരിക്കും ഓരോരുത്തരുടെയും കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഒരു സമയത്ത് ഒന്നും ചിന്തിക്കാതെ ഉപേക്ഷിച്ചു പോകുന്നതായിരിക്കും. അതൊരു എന്താ പറയാ, അതൊരു വലിയ വിലപിടിപ്പുള്ള വസ്തുവായിരുന്നു, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരാളായിരുന്നു എന്നുള്ളത് നമ്മൾ പിന്നെയായിരിക്കും മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഒന്നും ആരെയും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാമായിട്ട് അത് ഉപേക്ഷിക്കാൻ പാടില്ല, എന്തിന്റെ പേരിലാണെങ്കിലും. അത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. നമ്മൾ കുഞ്ഞുങ്ങളെ അങ്ങനെ ഉപേക്ഷിച്ച് ചിലർ പോകുന്നവരുണ്ട്. അതൊക്കെയെന്ന് പറയുന്നത് ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ദൈവം തരുന്നതാണല്ലേ, ഭഗവാൻ തരുന്ന അല്ലെങ്കിൽ ഭഗവതി തരുന്നതാണ് നമുക്കതൊക്കെ. അപ്പൊ അത് നമ്മൾ കൊണ്ടുപോവാന്നുള്ളതാണ്. നമുക്ക് എങ്ങനെയുള്ളതായാലും അത് നമ്മൾ കൊണ്ടുപോവാന്നുള്ളതാണ്. നമുക്ക് ഉപേക്ഷിക്കാൻ എളുപ്പമായിരിക്കും, പക്ഷെ അത് സംരക്ഷിച്ചത് കൊണ്ടുപോകാനായിരിക്കും നമുക്ക് വളരെയധികം പാടെന്ന് പറയുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് ആരെയും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. ചിലർ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്നവരുണ്ട്, വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടാക്കുന്നവരുണ്ട്. അതൊക്കെ എന്ത് ക്രൂരതയാണെന്നറിയാമോ? അതിനേക്കാളും വലിയൊരു മഹാപാപം ഇല്ല. അത്രയ്ക്കും വലിയ മഹാപാപങ്ങളാണ് അതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒന്നിനെ ഉപേക്ഷിക്കാതിരിക്കുക. എന്തിന്റെ പേരിലായാലും ഒരു അസുഖം വന്ന്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്ന്, അല്ലെങ്കിൽ ഭർത്താവിന്റെ അസുഖം വന്ന്, ആർക്കും ആയിക്കോട്ടെ, എങ്ങനെ ആയാലും ശരി തന്നെ അവരെ നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക. ആ സമയത്ത് നമ്മൾ അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൽ സംരക്ഷിക്കുന്നതിലൂടെ നമുക്ക് നന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉപേക്ഷിക്കാൻ എല്ലാവരെയും ഉപേക്ഷിക്കാൻ എളുപ്പമാണ്, പക്ഷെ സംരക്ഷിക്കാനാണ് പാടല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്നിനെയും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിൽ അത് നമ്മൾ ഉപേക്ഷിക്കരുത്, നമ്മൾ സംരക്ഷിക്കാനാണ് ശ്രമിക്കേണ്ടത്. ആ ഒരു ക്രൂര മനസ്സ് അല്ലെങ്കിൽ ആ ഒരു ക്രൂവൽറ്റി എടുത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അത് ഹരഹര മഹാദേവ ശംഭോ മഹാദേവ. ഇനി എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളത്. ചില പെൺകുട്ടികളുണ്ട്, അവര് പണത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അവർക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി വരെയും അവർ ചെയ്യും. അങ്ങനെ ചെയ്യാതിരിക്കുക. ചിലരുണ്ട്, ചില സിനിമകളിലൊക്കെ ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചില സിനിമാ താരങ്ങളുണ്ട്. ഇപ്പം സിനിമയുടെ കാര്യം ഞാൻ എടുത്തു പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനു മുന്നേ ഇതുപോലെ സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സിനിമയിൽ നമ്മൾ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് നമ്മളൊരു ചാൻസ് ചോദിച്ചു പോകുമ്പോൾ അവിടെ ചിലപ്പോൾ ഡയറക്ടർ കാണും, പ്രൊഡ്യൂസർ കാണും. അപ്പൊ ഇവരുടെ തോട്ട് എന്ന് പറയുന്നത് വേറെ ഉദ്ദേശമാണ്. കാരണം ഇവരുടെ കൂടെ നമ്മൾ ഈ സിനിമാ താരങ്ങള് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കിടക്ക പങ്കിടേണ്ട ഒരു അവസ്ഥ, അതെന്ന് പറയുന്ന ഒരു എന്താ പറയുക, ക്രൂവൽറ്റിയാണ്. അതൊന്നും നമ്മൾ ചെയ്യാതിരിക്കണം. നമുക്ക് ഈ പറയുന്ന ഈ സംവിധായകൻ അല്ലെങ്കിൽ ഈ പറയുന്ന പണം ചിലവാക്കുന്ന പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുന്നത് കാണാനൊന്നും ഒരു വകയ്ക്കും കൊള്ളത്തിലായിരിക്കും. വല്ല തടി കാണും, കൊടവയറ് കാണും. ഒരു പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടാൻ കഴിയാത്തമാരായിരിക്കും ഇങ്ങനെയുള്ള പ്രൊഡ്യൂസറും ഡയറക്ടറും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ സിനിമാ താരമായിട്ട് അഭിനയിക്കാൻ ചെല്ലുന്ന പെൺകുട്ടിയാണെങ്കിലോ അതിസുന്ദരിയായിരിക്കും. പക്ഷെ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി ഈ പെൺകുട്ടി ഇതിന് വശംവദയായി കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? തനിക്ക് അവസരം കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. എല്ലാ പെൺകുട്ടികളോടും എനിക്കിതാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഇഷ്ടമല്ലാതെ, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമല്ലാതെ നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സിനിമ അത് വേണ്ടാന്ന് വെക്കുക. അങ്ങനെ നിങ്ങളൊരു ഇത് ചെയ്തിട്ട് ഒരു ചാൻസ് വാങ്ങേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. മനസ്സിലായോ? അത് പണത്തിന് വേണ്ടിയിട്ടായാലും ശരി തന്നെ, എന്തെങ്കിലും ചാൻസിന് വേണ്ടിയിട്ടായാലും ശരി തന്നെ. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ടല്ലേ. പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ട്, ഡാൻസ് കളിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്, അഭിനയിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്, കലാതിലകങ്ങളുണ്ട്, നല്ല അത്രയും സൗന്ദര്യം ഈ പറയുന്ന സിനിമാ നടിമാരെക്കാട്ടിലും ഒക്കെ സൗന്ദര്യമുള്ള സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഒരുപാട് കഴിവുകൾ, കലാപരമായിട്ട് ഒരുപാട് കഴിവുള്ള പെൺകുട്ടികളുണ്ട്. പക്ഷെ അവര് ഇങ്ങനെ ഒരു ചാൻസ് സിനിമയിലേക്കോ സീരിയലിലേക്കോ അല്ലെങ്കിൽ പാട്ട് പാടുന്നതിലേക്കോ എന്തിനെങ്കിലും വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് ഏതെങ്കിലും മേഖലകളിലേക്ക് അവരൊരു ചാൻസ് ചോദിച്ചു ചെല്ലുമ്പോൾ
അവിടെ അവരെ കൂടെ കിടക്ക പങ്കിടണം എന്നുള്ള ഒരു ഇത് വരും. ആ ഒരു ഇത് വരുമ്പോഴാണ് ഇവർ അവിടെ നിന്ന് സ്കൂട്ടാവുന്നത്. കുടുംബത്തിൽ പറഞ്ഞവരാണെങ്കിൽ ഒരിക്കലും അതിന് തയ്യാറാവില്ലല്ലോ. അവര് ഇഷ്ടപ്പെടാത്ത സ്ത്രീകളാണെങ്കിൽ അതിനൊരിക്കലും സമ്മതിക്കുകയില്ല. അപ്പൊ എന്ത് ചെയ്യും, അവരവിടെ നിന്ന് പോവും. മനസ്സിലായി? അങ്ങനെ ഒരുപാട് പേർക്ക് ചാൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, അങ്ങനെ തൻ്റെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഉയർത്തിക്കൊണ്ട് വരാൻ കഴിയാതെ ഈ പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ പോലും നല്ലൊരു ഇതിൽ ഉയർന്നു വരാൻ കഴിയാത്ത നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക്, ഒരുപാട് പെൺകുട്ടികൾക്ക് ചാൻസ് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതെന്ന് പറയുന്നത് വളരെ മ്ലേച്ഛമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോ കേരളത്തിലെ സിനിമാ മേഖലകളല്ല, അല്ലെങ്കിൽ കേരളത്തിലുള്ള സീരിയൽ മേഖലകളല്ല, കേരളത്തിലുള്ള മറ്റുള്ള മേഖലകളല്ല, ഏത് സ്ഥലങ്ങളിലുള്ള മേഖലകളായാലും ഇത് തന്നെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഇങ്ങനെ ഒരു ഇത് വെക്കാതിരിക്കുക, അവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും ചാൻസ് കൊടുത്തവരെ കയറ്റുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ അതൊക്കെ അത്രയും പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. നമ്മൾ സിനിമയിൽ ചിലർ അങ്ങനെ കയറിയാലും ഒരു പെൺകുട്ടികളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കുകയില്ല. അവർക്ക് ആ ഒരു കെയറിങ്ങോ പ്രൊട്ടക്ഷനോ കിട്ടുകയില്ല. പക്ഷെ നമ്മുടെ പ്രൊട്ടക്ഷൻ നമുക്ക് സ്ത്രീകൾക്ക് മാത്രമായിട്ട് അത് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാനും കഴിയില്ല. അപ്പം ഈ ഷൂട്ടിങ്ങിന് പോകുന്ന ചില സ്ഥലങ്ങളിൽ അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ ആയമാരോ ഒക്കെ പോവാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ അമ്മാവന്മാരോ അല്ലെങ്കിൽ കൂടെയുള്ള അവരുടെ ബന്ധുക്കളൊക്കെ പോവാറുണ്ട്. എന്നാൽ പോലും അവർ പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് അല്ല. സീരിയൽ മേഖലകളിലോ സിനിമാ മേഖലകളിലോ മറ്റുള്ള ഏത് മേഖലകളിലായാലും ഒരു പെൺകുട്ടി പ്രൊട്ടക്റ്റഡ് ആണോ, പൂർണ്ണമായിട്ടും പ്രൊട്ടക്റ്റഡ് ആണോ എന്ന് വെച്ചാൽ നമുക്ക് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയാൻ കഴിയില്ല. ഇനി അഥവാ പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ കൂടിയും അവരെ പല രീതിയിൽ ആ പ്രൊട്ടക്ഷനിൽ നിന്നും മാറ്റിയിട്ട് അവർക്ക് പല പ്രലോഭനങ്ങൾ കൊടുത്ത്, അവർക്ക് പല പണം ഇത് കൊടുത്തിട്ട് അവരെ മനസ്സിന് ഇഷ്ടപ്പെടാതെ അവർക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയെന്ന് പറയുന്നത് വളരെ എന്താ പറയാ, മ്ലേച്ഛകരമായിട്ടുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരുപാട് കഴിവുള്ളവർ പോലും നമ്മുടെ കേരളത്തിലായാലും ഏത് രാജ്യത്തിലെ എവിടെയുള്ളതാണെങ്കിലും ഞാൻ പറയുകയാണ്, ടോട്ടലി അവർക്ക് അവരുടെ പാട്ട്, സംഗീതവും നൃത്തവും അവരുടെ അഭിനയവും ഇതൊന്നും അവർക്ക് ഇതാക്കിയിട്ട് അവർക്ക് രക്ഷ നേടാൻ കഴിയാത്തത്, അല്ലെങ്കിൽ അവർക്ക് ആ സിനിമ ഇൻഡസ്ട്രിയിൽ മറ്റുള്ളവരെ പോലെ ആ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. അവർക്ക് അതിലൊന്നും പോയി ജോയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നത് ഇങ്ങനെയുള്ള കുറെ സ്വഭാവമുള്ള ആൾക്കാർ അതിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ ഒരേ രീതിയിലുള്ള കഴിവും കാര്യങ്ങളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട്. ഒരാൾക്ക് പാട്ട് പാടാനുള്ള കഴിവായിരിക്കും, ചിലർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, ചിലർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യരെ ആരെയും, ഒരു സ്ത്രീകളെയും പുരുഷന്മാരെ ആയാലും ആരെയായാലും ശരി തന്നെ നമുക്ക് ആർക്കും കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. കഴിവില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. കഴിവുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് കലാപരമായിട്ടുള്ള കഴിവുള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ കൊണ്ട്, തെറ്റുകൾ നടക്കുന്നത് കൊണ്ട്, ഓരോ മേഖലകളിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുമാണ് അവർക്ക് അതിലൊന്നും ഉയർന്ന് അവർക്ക് ആ ഒരു ഫേമസ് ആവാൻ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു നിലയിലേക്ക് സാമ്പത്തികമായിട്ട് വരാനോ, അവർക്ക് ആ ഒരു നിലയിലേക്ക് പോപ്പുലാരിറ്റി ആവാനോ, അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ ഒന്നും കഴിയാതെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഭാഗം 61 രുദ്രാക്ഷ മഹാത്മ്യമാണ് വായിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കട്ടോ. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ. പിന്നെ ഞാൻ ഈ കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോള് തന്നെ ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇതേപോലെ ഫിലിമിൽ ഒരു അവസരം കിട്ടിയതായിരുന്നു. ആ കുട്ടി ഇതുപോലെ ഫിലിമിൽ അവസരം കിട്ടിയ, കാണാനും നല്ല സൗന്ദര്യമുണ്ട്. അങ്ങനെ കിട്ടിയ അവിടെ ചെന്നപ്പോഴേക്ക് അവിടെ ഇതേപോലെ ഒരു അനുഭവമാണ് ഉണ്ടായത്. ഈ പറയുന്ന ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിന്റെ കൂടെയും കിടക്ക പങ്കിടണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമ്മതിച്ചില്ല. അതിന് തയ്യാറാവാത്തത് കൊണ്ടാണ് ആ കുട്ടി അതിൽ അഭിനയിച്ചില്ല. അതിൽ പക്ഷെ അങ്ങനെ ചെയ്ത് കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെയുള്ള കീർത്തി സുരേഷ് പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള അനുഷ്ക, അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിൽ തന്നെയുള്ള നടിമാരെയൊക്കെ പോലെ ഒരു സിനിമാ താരമായിട്ട് മാറുമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെയുള്ളത് പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് വന്നു. ഡാൻസ്, നൃത്തം കളിക്കും, പാട്ട് പാടും, അഭിനയിക്കാനുള്ള കഴിവും സൗന്ദര്യം എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ആ ഒരു ചാൻസ് നഷ്ടപ്പെട്ടത്, ആ ഒരു മേഖലയിലേക്ക് പോവാതിരുന്നത്. അപ്പം ഈ ഒരു അനുഭവം എൻ്റെ കുടുംബത്തിൽ ഒരു അനുഭവം എനിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പം ഇതുപോലെ ഒരുപാട് കഴിവുകളും സൗന്ദര്യവും ഒരുപാട് കാര്യങ്ങളുള്ള ഉണ്ട്. ഇപ്പം എനിക്കായപ്പോൾ ഞാൻ ഡാൻസ് കളിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്,
അഭിനയിക്കാനുള്ള കഴിവുണ്ട്, എല്ലാം ഉണ്ട്. അതെല്ലാം മിക്ക പെൺകുട്ടികൾക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, സൗന്ദര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവർക്ക് ചാൻസ്, അവർക്ക് ഒരു ഇൻഡസ്ട്രിയിൽ അവർക്ക് പ്രൊട്ടക്റ്റഡ് അല്ല, അവർ കെയറിങ് അല്ല, അവർക്ക് പ്രൊട്ടക്റ്റഡ് അല്ല, ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്കില്ല. അവർക്ക് അവരുടെ ഇങ്ങനെയുള്ള പോകുമ്പോൾ അവരുടെ ബോഡി അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ശരീരം അവർക്ക് മറ്റുള്ളവരായിട്ട് കൊടുത്തിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യം നമുക്കില്ല. അത് പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള മേഖലകളിലൊന്നും ഇത്രയും കഴിവുള്ള സ്ത്രീകൾക്കായാലും കഴിവുള്ള പെൺകുട്ടികൾക്കായാലും അതിലൊന്നും ശോഭിക്കാൻ കഴിയാത്തത്. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഈ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എല്ലാം കള്ളത്തരമാണ്, അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാം തന്നെ ഈ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഫേക്കാണ്. അപ്പം അത് മാറ്റുക എന്നുള്ളതാണ്. അത് മാറ്റിയിട്ട് കുറേ പേർക്ക് ഇങ്ങനെ ഉള്ള ഡയറക്ടേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിൻ്റെ ഈ ഒരു മനോഗതി മാറ്റിയിട്ട് കഴിവുള്ളവർക്ക് അവരുടേതായിട്ടുള്ള കഴിവനുസരിച്ചുള്ള അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഡസ്ട്രി, ഫിലിം ഇൻഡസ്ട്രി ആയാലും ശരി, മ്യൂസിക്കിൻ്റെ ആയാലും ശരി, അല്ല വേറെ സീരിയൽ ഇൻഡസ്ട്രി ആയാലും ശരി, ഏത് ഇൻഡസ്ട്രീസ് ആയാലും ശരി തന്നെ അവർക്ക് അവരുടേതായ കഴിവിനനുസരിച്ച് അവർക്കുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ ബേസ്ഡ് ആയിട്ട് അവർക്കത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് അധികാരപ്പെട്ടവർ പോലും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിലും വലിയ കഷ്ടമെന്ന് പറയുന്നത്. അപ്പം എല്ലാവരും സ്വാർത്ഥരാണ്. ഇനി ഇവനൊരു ജോബ് സ്ഥലത്ത് നമ്മൾ ഇന്റർവ്യൂവിന് പോയി ജോബിന് നമ്മൾ കയറണമെങ്കിൽ പോലും അവർക്ക് പലതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഈ കാലഘട്ടത്ത്. പണ്ടൊന്നും ജോലി സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഇപ്പം ജോലി സ്ഥലങ്ങളിലും അവർ പല കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും ഒരാളെ ജോലിക്ക് പോലും എടുക്കുന്നത്. അപ്പം സ്ത്രീകളൊന്നും ഒരിക്കലും പ്രൊട്ടക്റ്റഡ് അല്ല. എല്ലാവർക്കും കഴിവുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്, അവരവരുടേതായ നല്ല രീതിയിലുള്ള കഴിവും കാര്യങ്ങളും എല്ലാം ഉള്ളവർ തന്നെയാണ് എല്ലാവരും. പക്ഷെ അവർക്ക് ഒരു ഇതിലും അവർക്ക് ഉയരാൻ കഴിയുന്നില്ല, ഒരു ഇതിലും അവർ പ്രൊട്ടക്റ്റഡ് അല്ല. അവർ ഒരു ഇതിലും പ്രൊട്ടക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ് അവർക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നത് കൊണ്ടാണ് അവർക്ക് ഇതിലൊന്നിലും തന്നെ ഉയരാൻ കഴിയാത്തത്. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആരും എന്താ പറയാ, ആരും ഒരു കഴിവുമില്ലാത്തവരൊന്നും അല്ല ആരും. എല്ലാ സ്ത്രീകൾക്കായാലും ഏത് പുരുഷന്മാർക്കായാലും ഇവൻ ആൺകുട്ടികൾക്ക് പോലും ഫിലിമിൽ ചാൻസ് കിട്ടണമെങ്കിൽ പല കാര്യങ്ങളുണ്ട്. അതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അറിഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാവർക്കും ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അന്തസ്സായിട്ട്, അല്ലെങ്കിൽ അവരവരുടെ അഭിമാനം കാത്തുകൊണ്ട് അവരവരുടേതായ കാര്യങ്ങളിൽ അവർക്ക് ജീവിക്കാനുള്ള ഇതുണ്ട്. അവർക്ക് ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇഷ്ടമല്ലാതെ ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവർക്ക് ആ ചാൻസ് കൊടുക്കുക. അവർ പറയാണ്, നമുക്ക് ഇങ്ങനെ ഒരു ഇത് എനിക്ക് കഴിയില്ല, കാരണം എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, എനിക്ക് കഴിവുണ്ട്, എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുണ്ട്, എനിക്ക് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും അഭിനയിക്കാനും ഉള്ള കഴിവ് എനിക്കുണ്ട്, അതുകൊണ്ട് എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിതിന് ചാൻസ് തരണം. അപ്പോൾ അയാൾ പറയണം എനിക്ക് അങ്ങനെ ചാൻസ് തരാൻ കഴിയില്ല. അപ്പോൾ ഈ കുട്ടി പറയുന്നു, എനിക്ക് അങ്ങനെ എനിക്ക് കഴിയേയില്ല, കാരണം നിങ്ങളെ ഞാൻ എൻ്റെ അച്ഛനെ പോലെ അല്ലെങ്കിൽ എൻ്റെ ഒരു അങ്കിളിനെ പോലെയാണ് ഞാൻ കാണുന്നത്, എനിക്ക് അങ്ങനെ ഒരു രീതിയിൽ നിങ്ങളോട് എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് പറയുമ്പോൾ അവരവിടെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ കുട്ടീനെ അവരെ എടുക്കത്തില്ല. മനസ്സിലായോ? അവരുടെ കാര്യം ഇതാക്കി അല്ലാതെ അതിലേക്ക് എൻട്രി കൊടുക്കില്ല. അതാണ് നമ്മുടെ ഈ ദുഷിച്ച സമൂഹം എന്ന് പറയുന്നത്. അതാണ് ഈ മനുഷ്യരുടെ ചിലരുടെ ഇതെന്ന് പറയുന്നത്. എല്ലാവരും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല, പക്ഷെ കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ്. ചിലർ ചാൻസ് കൊടുത്തതിന് ശേഷം അതിന് വേണ്ടിയിട്ട് പ്രലോഭിപ്പിക്കുന്നവരുണ്ട്. അപ്പോഴാണ് ചിലർ ഷൂട്ടിങ് മതിയാക്കിയിട്ട് പകുതി ഷൂട്ടിങ്ങിലാക്കിയിട്ട് ഇവരവിടെ വിട്ട് പോകുന്നത്. അങ്ങനെ ചിലർ സംഭവിച്ചവരും ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് ഇതൊക്കെയെന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ ഇഷ്ടമല്ലാതെ അവളുടെ ശരീരത്തിൽ തൊടാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ട് ആ കഴിവിനെ വളർത്തിക്കൊണ്ട് വന്ന് അവർക്ക് ആ ഒരു ചാൻസ് കൊടുത്ത് അവരെ ആ ഒരു ഇതിലാക്കാതെ ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ വരുമ്പോഴാണ് അവർക്ക് അതിനൊന്നിനും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവർക്ക് രക്ഷ നേടാൻ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു അവരുടെ കഴിവുകൾ ലോകത്തിൽ കാണിക്കാൻ കഴിയാത്തതും അവർക്ക് ആ ഒരു പ്രൊട്ടക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പം അത് എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഹര ഹര മഹാദേവ, ശംഭോ മഹാദേവ.